Good evening to all. The Anglo-Indian Educational and Charitable Society, Kerala, conducts a webinar on injustice to Latin Catholics and Anglo-Indians in educational reservations. The topic will be presented by Advocate Sherry J. Thomas, General Secretary of Kerala Latin Catholic Association. Now I invite Mr. Charles Dias, President of the Charitable Society, to welcome the participants. Dear Advocate Sherry and all the participants, Anglo-Indian Educational Charitable Society ഈ സെമിനാർ കണ്ടക്ട് ചെയ്യുന്നത് വളരെ ഒരു റിലവൻ്റ് ആയ ഒക്കേഷനിലാണ്. Our reservations are in question now. The reservations we earned over the years have been diluted, encroached, now manipulated by this government. ഇന്നലെ KLCയുടെ ഒരു സെമിനാർ ഉണ്ടായിരുന്നു, ബ്യൂട്ടിഫുള്ളി കണ്ടക്റ്റഡ് ബൈ അഡ്വക്കേറ്റ് ഷെറി. അതിനകത്ത് കുറെ കൂടി വളരെ ഇലാബറേറ്റ് ആയിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ നടന്നു. ഐ വുഡ് ലൈക്ക് ടു കൺഗ്രാജുലേറ്റ് ആൻഡ് താങ്ക് അഡ്വക്കേറ്റ് ഷെറി. ഈ അവസരത്തില് നമ്മുടെ റിസർവേഷൻസ് നേരത്തെ ഉണ്ടായിരുന്ന 1 സീറ്റ് റിസർവേഷൻസ് ലാറ്റിൻ കാത്തലിക്സുമായിട്ട് ക്ലബ് ചെയ്തിട്ട് 2014 it was codified and we have been given professional college reservations. There were 2% reservations for Latin Catholics. We have Anglo-Indians also have been added and made it 3%. അപ്പൊ അന്ന് തന്നെ പറഞ്ഞിരുന്നതാണ് PG കോഴ്സസിലെ റിസർവേഷൻസ് അത് പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യാമെന്ന് വെച്ചു. അത് മാത്രമല്ല ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ റിസർവേഷൻസ്, മറ്റ് പ്രൊഫഷണൽ കോഴ്സസിലെ റിസർവേഷൻസ്. ഐ എം സ്പെഷ്യലി താങ്കിങ് അന്ന് എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്തിരുന്ന മിസ്റ്റർ ഫ്രാൻസിസ് ഡിക്രൂസിന്. മിസ്റ്റർ ഫ്രാൻസിസ് ഡിക്രൂസ് ആണ് അതെല്ലാം ഡിഗ് ഔട്ട് ചെയ്ത് കൊണ്ടുവന്ന് പ്രൊഫഷണൽ കോഴ്സസിൽ 50% ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട്, പ്രത്യേകിച്ച് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് വേറൊരു ഫംഗ്ഷൻ അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം വന്നപ്പോൾ എന്നോട് പറയുകയും ചെയ്തു, നിങ്ങൾ കുത്തിപ്പൊക്കി കൊണ്ടുവന്നപ്പോഴാണ് ഞാനും അറിയണത് ഇതില്, അതുകൊണ്ട് വേറെ 1-2 കമ്മ്യൂണിറ്റീസിനും കൂടി അതുകൊണ്ട് ബെനിഫിറ്റ് കിട്ടി നിങ്ങളോടൊപ്പം എന്ന് പറഞ്ഞത്. പക്ഷേ അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് ജനറൽ സെക്രട്ടറി ആയിട്ട്, KLCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് വന്നതിന് ശേഷം അദ്ദേഹം ഇതിനെക്കുറിച്ചുള്ള വളരെ വിശദമായ സ്റ്റഡീസ് നടത്തുകയും എല്ലാ ആഴ്ചയിലെന്നോണം ഈ കാര്യങ്ങൾ ടേക്കപ്പ് ചെയ്യുകയും ഇപ്പോ കോടതിയെ വരെ സമീപിച്ചിരിക്കുകയാണ്. ഇവിടെ അദ്ദേഹത്തിന്റെ ആ ഇന്റർവെൻഷൻസ് ഇവിടെ മാത്രമല്ല, സെൻട്രൽ ഗവൺമെന്റ് ലെവലിലും ഈവൻ ആംഗ്ലോ ഇന്ത്യൻസിന്റെ നോമിനേഷൻ കഴിഞ്ഞ വർഷം ഡിനൈ ചെയ്തപ്പോൾ അതിനു പോലും അദ്ദേഹം മുൻകൈ എടുത്ത് RTI ക്വറീസും പ്രസിഡന്റിനും മിനിസ്ട്രിയിലേക്ക് കത്തുകൾ അയച്ചും എല്ലാ വിവരങ്ങളും അദ്ദേഹം കളക്ട് ചെയ്യുകയുണ്ടായി. അപ്പൊ അങ്ങനെയുള്ള ഒരാളെയാണ് ഈ ലാറ്റിൻ കാത്തലിക്സ് ആംഗ്ലോ ഇന്ത്യൻ വിഷയത്തിലെ റിസർവേഷൻ വിഷയത്തില് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ അധികം സമയം കളയുന്നില്ല. അഡ്വക്കേറ്റ് ഷെറിയും വളരെ തിരക്കിലാണെന്ന് എനിക്കറിയാം. സമുദായ ദിനം 6-ാം തീയതി സമുദായ ദിനത്തോടനുബന്ധിച്ച് അദ്ദേഹം വളരെ തിരക്കിലാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ സമയം കളയുന്നില്ല. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അഡ്വക്കേറ്റ് ഷെറിയെ ഐ മോസ്റ്റ് കോർഡിയലി വെൽക്കം അഡ്വക്കേറ്റ് ഷെറി towards this webinar. I request your participation. Please listen to me carefully. You can raise any issues. അദ്ദേഹത്തിന്റെ ആ ടോക്കിന് ശേഷം 2-3 persons have been come forward for their responses. You also can raise briefly any questions that can be asked and clarify with him. With this, I most cordially welcome Advocate Sherry for his presentation. ഞാൻ അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ വെബിനാറിലേക്ക് ക്ഷണിക്കുകയാണ്. Over to Advocate Sherry. Respected Charles sir and other office bearers of the association, at the outset, let me express my heartfelt sentiments of gratitude for inviting me to this meeting. നിങ്ങൾ എല്ലാവരും ഈ ഒരു വിഷയം അറിയാവുന്നവരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ
കൂടുതലായി ചർച്ച ചെയ്യേണ്ട വശങ്ങളെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യം, ഈ രാജ്യത്തിന്റെ ഭരണഘടന ഉണ്ടാക്കിയ സമയത്ത് it took 2 years, 11 months and 17 days for discussing the constitution. അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നപ്പോൾ ഇത്രയും കാലതാമസം എടുത്തുകൊണ്ടാണ്, 3 വർഷത്തിനടുത്ത് സമയമെടുത്താണ് രാജ്യത്തിന്റെ ഭരണഘടന ഉണ്ടാക്കിയത്. അതിൽ സംവരണം വേണോ, എങ്ങനെയുള്ള സംവരണമാണോ വേണ്ടത്, ഏതൊക്കെ ആളുകളെ കൊണ്ടുവരണം മുഖ്യധാരയിലേക്ക്, അങ്ങനെ പല പല ക്വസ്റ്റ്യൻസ് ഒക്കെ റൈസ് ചെയ്തിരുന്നു. അതിൽ 165 ദിവസം it is open to public. It was open to public for entire discussion. ഇതൊക്കെ കഴിഞ്ഞ് ഭരണഘടന വന്നു. അത്രയും ചർച്ച ചെയ്ത് ഉണ്ടാക്കിയ ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ റിസർവേഷൻ എന്ന, അതായത് മുഖ്യധാരയിലേക്ക് വരാനുള്ള, whenever there is no adequacy of representation, അത്തരം ആളുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് സംവരണത്തിന്റെ ലക്ഷ്യം തന്നെ. അതൊരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയല്ല. അത് അങ്ങനെ ആക്കാം എന്നുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഇത് ഒരു റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ സംസാരിച്ചു തുടങ്ങുന്നത്. അങ്ങനെ ഒരു റെപ്രസെന്റേഷന്റെ പേരിൽ നമുക്ക് അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ചില വിഭാഗങ്ങൾക്ക് മാത്രം മറ്റുള്ളവർക്ക് കിട്ടുന്നത് പോലെ കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ വരുമ്പോഴാണ് ഇത്തരം ചർച്ചകളൊക്കെ ഉണ്ടാകുന്നത്. ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. ഈ 2 വർഷവും 11 മാസവും 17 ദിവസവും സമയമെടുത്തുണ്ടാക്കിയ ഭരണഘടന ഞാൻ സൂചിപ്പിക്കാൻ കാരണം, ഓരോ കാര്യവും ചർച്ച ചെയ്യുമ്പോൾ അത്രമാത്രം ലെജിസ്ലേറ്റീവ് ഇന്റൻഷൻ അവിടെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. എങ്ങനെയായിരിക്കണം ഈ നിയമം വരേണ്ടതെന്നൊക്കെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. പക്ഷെ അതൊന്നുമില്ലാതെ കഴിഞ്ഞ ജനുവരിയിൽ, 2019 ജനുവരിയിൽ EWS എന്ന ഒരു റിസർവേഷൻ കൊണ്ടുവന്നു. എക്കണോമിക്കലി വീക്കർ സെക്ഷന് വേണ്ടി റിസർവേഷൻ. അത് വളരെ പെട്ടെന്ന് 2 സഭകളും പാസ്സാക്കി വന്നു. ആ റിസർവേഷൻ കേരളത്തിൽ നടപ്പിലാക്കിയപ്പോൾ 10% തൊഴിലിലും 10% വിദ്യാഭ്യാസത്തിലും ഒരേപോലെ നടപ്പിലാക്കി. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് ഇതാണ്. ഇപ്പൊ പുതിയൊരു റിസർവേഷൻ വന്നപ്പോൾ, വലിയ ചർച്ചയൊന്നുമില്ലാതെ കൊണ്ടുവന്നപ്പോൾ, അത് ആരാണ് കൊണ്ടുവന്നത് എന്നതാണ് പ്രധാനം. കൊണ്ടുവന്നിരുന്ന ആളുകൾ ദേ ആർ മൈറ്റി. അതുകൊണ്ട് അത് 10% തൊഴിലിന് മുഴുവനായി നടപ്പിലാക്കി, വിദ്യാഭ്യാസത്തിന് മുഴുവനായി നടപ്പിലാക്കി. ഭരണഘടന ഭേദഗതി പോലും പറഞ്ഞത് അപ് ടു എ മാക്സിമം ഓഫ് 10% ഇൻ ഈച്ച് കാറ്റഗറി. ഇറ്റ് ക്യാൻ ബി 1, ക്യാൻ ബി 2, 3, 4 എക്സെട്ര. പക്ഷെ ഇവിടെ 10 മുഴുവനായി നടപ്പിലാക്കി. നമ്മുടെ ചോദ്യവും ചർച്ചയും അവിടെയല്ല. 10 നടപ്പിലാക്കിയപ്പോൾ വിദ്യാഭ്യാസത്തിലും 10 തന്നെ നടപ്പിലാക്കി. അപ്പോൾ എന്താണോ തൊഴിലിന് കൊടുത്തത് അത് മുഴുവനായി വിദ്യാഭ്യാസത്തിന് കൊടുത്ത ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിൽ ഇവിടെ കണ്ടത്. ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഇവിടെ 1964 ജൂലൈ 8 കുമാരപിള്ള കമ്മീഷൻ റിപ്പോർട്ടിന്റെ ആദ്യത്തെ ചർച്ചകൾ വന്നത്. ആ റിപ്പോർട്ട് പിന്നീട് അതിനുശേഷം 1966 മെയ് 2 അതൊരു ഉത്തരവായിട്ട് ഇറങ്ങി. അപ്പൊ അന്ന് വിദ്യാഭ്യാസപരമായ സംവരണത്തിന്റെ കാര്യങ്ങളൊക്കെ ചർച്ചയൊക്കെ വന്നു, എല്ലാം അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ വന്ന് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഇന്ന് നമുക്ക് തൊഴിലിന് 4% സംവരണം നിലനിൽക്കുമ്പോൾ ഈ പറഞ്ഞ EWS കാറ്റഗറിയിൽ കൊടുത്ത അതേ മാനദണ്ഡമാണെങ്കിൽ, അതേ ലെജിസ്ലേറ്റീവ് ഇന്റൻഷൻ ആണെങ്കിൽ, എന്തു വന്നാലും വിദ്യാഭ്യാസത്തിനും 4% തരണം. പക്ഷെ അവിടെ ചിലതിന് 1, ഞാൻ ലാറ്റിൻ ആംഗ്ലോ ഇന്ത്യൻസിന് പറയുമ്പോൾ ചിലതിന് 1 ഞാൻ ജനറലി പറയുമ്പോൾ ചിലതിന് 1, ചിലതിന് 3, ചിലയിടത്ത് 2, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഡിസ്ക്രിമിനേറ്ററി ആയിട്ടാണ് എഡ്യൂക്കേഷൻ സെക്ടറിൽ അഡ്മിഷന് സംവരണം തന്നത്. നമ്മൾ ഇന്ന് ഈ മീറ്റിംഗ് കൂടാനുള്ള ഇത്തരം ഇഷ്യൂസ്, ഇപ്പോൾ ചാൾസ് സാറിന്റെ നിരവധി ഇന്റർവെൻഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ നിൽട്ടൺ റമല്ലോയും എനിക്ക് കുറെ വിവരാവകാശങ്ങൾക്ക് ഇടയ്ക്ക് ഈ വിഷയത്തിൽ നടത്താറുണ്ട്. ഇപ്പൊ നിൽട്ടൺ കൊടുത്തൊരു കേസും ഹൈക്കോടതിയിൽ പെൻഡിങ് ഉണ്ട്. അതിന്റെ ആ ഓർഡറും ഒക്കെയാണ് ചാൾസ് സാർ പറഞ്ഞത്. ഞാൻ പറഞ്ഞത്, തൊഴിലിന് 4% PSCക്ക് കൊടുക്കുമ്പോൾ 100 പേരെ ജോലിക്കെടുത്താൽ 4 ചെറുപ്പക്കാരിൽ ലത്തീൻ അല്ലെങ്കിൽ ആംഗ്ലോ ഇന്ത്യൻ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിന് അത് ഇല്ലാത്തത് എന്ന ചോദ്യത്തിലേക്കാണ് നമ്മൾ വരുന്നത്. ഇപ്പൊ വേണമെങ്കിൽ പറയാം, സീറ്റുകൾ വേണ്ടേ, 50% കൂടുതൽ റിസർവേഷൻ പാടില്ല എന്നുള്ളത് വേറെ വിഷയത്തിലേക്ക് പോകുന്ന തർക്കം സുപ്രീം കോടതിയിൽ ഉണ്ടെങ്കിലും നിലവിലത് പ്രശ്നമാകുമെന്ന് ചോദിച്ചാൽ, PGക്ക് ആകെ 9% OBC റിസർവേഷൻ. ഈഴവ, മുസ്ലിം എല്ലാം കൂടി ചേർത്താലും PG അഡ്മിഷന് പ്രൊഫഷണൽ PGക്ക് ആകെ 9% റിസർവേഷൻ. ബാക്കി എത്രയോ കിടക്കുന്നു. ഇനി ഡിഗ്രി കോഴ്സ് നോക്കിയാലോ, കേരളത്തിലെ കോളേജുകളിൽ ഒരു ഡിഗ്രി കോഴ്സിന് അഡ്മിഷൻ 1%. അവിടെ ആംഗ്ലോ ഇന്ത്യൻ അഡ്മിഷൻ ഇല്ല.
റിസർവേഷൻ ഇല്ല, ലാറ്റിന് മാത്രമല്ല. പിന്നെ ചില സ്ഥലങ്ങളിൽ ലാറ്റിനും SIUCയും ചേർത്ത് വെച്ചിരിക്കുകയാണ്. അവസാനം 2014 കാലഘട്ടത്തിൽ വന്ന നരേന്ദ്രൻ കമ്മീഷന് ശേഷം വന്നിട്ടുള്ള ആ ഒരു ഉത്തരവിനെ തുടർന്നാണ് NCAക്ക് ഒറ്റയ്ക്ക് വന്നതിന് ശേഷം പിന്നീട് വന്ന ഒരുപാട് എഫേർട്ട് ചാൾസ് സാറൊക്കെ എടുത്തിട്ടുണ്ട്, നേരത്തെ പറഞ്ഞു. അങ്ങനെ വന്നൊരു ഘട്ടത്തിലാണ് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് 3% BHSC ഹയർ സെക്കൻഡറി എന്നൊക്കെ പറഞ്ഞ് 3% കൊണ്ടുവന്നത്. അത് നിങ്ങൾക്കറിയാം. ഞാൻ അതിന്റെ സ്ക്രീൻ ഷെയർ ചെയ്ത് ഇനി സ്ക്രീൻ ഷെയറിംഗ് എനേബിൾ ചെയ്താൽ അന്ന് കാണിക്കാമായിരുന്നു. ഞാൻ പറഞ്ഞത്, നമുക്ക് അങ്ങനെ വിദ്യാഭ്യാസത്തിനും തൊഴിലിനും രണ്ട് തരത്തിൽ അവസരങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പൊ നിലവിലുള്ളത്. കൃത്യമായിട്ട് പറയാം, ഈ PG കോഴ്സുകൾക്ക് 9% മാത്രം നിൽക്കുമ്പോൾ ബാക്കി 50-ലേക്ക് എത്താൻ പട്ടികജാതി പട്ടികവർഗത്തിന്റെ കൂടെ കൂട്ടിയാൽ പോലും പിന്നെയും അവസരമുണ്ട്. പക്ഷെ അതെന്തുകൊണ്ട് തരുന്നില്ല? അതേസമയം ആർട്സ് കോളേജ്, ഇപ്പൊ PGയുടെ അഡ്മിഷൻ ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം, 1% റിസർവേഷൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു കോളേജിലും PGക്ക് 100 സീറ്റ് ഉണ്ടാവില്ല. PSC നിയമനങ്ങൾ പോലെ ഇപ്പൊ 20-ന്റെ റോസ്റ്റർ ആണെങ്കിലും അതിലും വലിയ റോസ്റ്റർ ആണെങ്കിലും PSC നിയമനങ്ങളിൽ ഉള്ളതുപോലെ ഒരു റൊട്ടേഷൻ സംവിധാനം ഇല്ല. അപ്പൊ അതിനർത്ഥം ഈ 100 സീറ്റ് കിട്ടുന്ന 100 സീറ്റ് ഇല്ലാത്ത ഒരു കോഴ്സിലും നമുക്ക് 1% സംവരണം എന്ന് പറയുമ്പോൾ ഒരാൾക്കും അത് ലാറ്റിനും കിട്ടുന്നില്ല, ഒരാൾക്ക് പോലും കിട്ടുന്നില്ല. അതേസമയം ഞാനിപ്പോൾ ഉദ്ദേശിച്ചിരുന്ന സ്ക്രീൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ഓർഡറിന്റെ ഭാഗം ഞാനൊന്ന് വായിക്കാം. അത് 23/5/2014 ഇറങ്ങിയ ഓർഡറാണ്. അതിലെ രണ്ടാമത്തെ ക്ലോസ് ഞാനത് വായിക്കാം. ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കൊപ്പം ആംഗ്ലോ ഇന്ത്യൻ വിദ്യാർത്ഥികളെ കൂടി ഉൾപ്പെടുത്തി പ്രൊഫഷണൽ കോളേജുകളിലും ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും നിലവിലുള്ള 2% സംവരണം 3 വർദ്ധിപ്പിച്ച് അനുവദിക്കുന്നു. ഈ ടേം ഒന്ന് മനസ്സിൽ ശ്രദ്ധിക്കണം. ലത്തീൻ കത്തോലിക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കൊപ്പം ആംഗ്ലോ ഇന്ത്യൻ വിദ്യാർത്ഥികളെ കൂടി ഉൾപ്പെടുത്തി പ്രൊഫഷണൽ കോളേജുകളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിലും. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പ്രൊഫഷണൽ കോളേജ് എന്ന് പറഞ്ഞപ്പോൾ ഇറ്റ് മീൻസ് ഓൾ ദ കോഴ്സസ്, either it can be degree courses, can be PG courses include. പക്ഷേ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകളിൽ മാത്രമായി ഈ 3% ഒതുക്കി. അതേസമയം പ്രൊഫഷണൽ PG കോഴ്സുകളിൽ ഇല്ല. ആ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ ഒരു കേസ് നിലവിലുള്ളത്. ആ വിഷയത്തിൽ സർക്കാർ മറുപടി പറയാൻ വേണ്ടി സമയം ചോദിച്ചിരിക്കുകയാണ്. അത് ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ പ്രൊഫഷണൽ കോളേജുകളിൽ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതല്ലെങ്കിൽ ഡിഗ്രി കോഴ്സുകളിലും +2 BHSC ഹയർ സെക്കൻഡറി കോഴ്സുകളിൽ എന്ന് പറയണം. പക്ഷെ അതല്ലാതെ പ്രൊഫഷണൽ കോഴ്സുകളിൽ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി വി ആർ എൻടൈറ്റിൽഡ്. അത് ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഇപ്പോൾ നമ്മൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ എന്താണ് ഇങ്ങനെ ഇത്രയും അവസരമുണ്ടായിട്ടും ഇനിയും ആളുകൾക്ക് അല്ലെങ്കിൽ റിസർവേഷൻ തരാനുള്ള സാഹചര്യങ്ങൾ വേക്കന്റ് ആയി കിടക്കുകയാണ്. 50% റിസർവേഷൻ ഇപ്പോഴും എത്തിയിട്ടില്ല. എനിക്കൊന്ന് ചാൾസ് സാറൊക്കെ ഈ പിന്നാക്ക കമ്മീഷൻ സംബന്ധിച്ച് മുമ്പേ കത്തയച്ചതാണ്, പിന്നെയും ഈ അടുത്ത് എന്തോ അയച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്തരത്തിൽ വേക്കന്റ് ആയിട്ട് പോസ്റ്റുകൾ അഡ്മിഷന് വേണ്ടി സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും തരാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒന്നേ പറയാനുള്ളൂ, അധികാരത്തിൽ പങ്കാളിത്തമില്ലാത്തത് കൊണ്ട് മാത്രം. ഇപ്പൊ അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഇവരെ ചാൾസ് സാറിനെ പോലുള്ള നിങ്ങളുടെ നേതാക്കളായിട്ടുള്ള ആളുകളുടെയൊക്കെ കുറെ ഇടപെടലും KRLCCയിലേക്ക് ഒരു മൂവ്മെന്റ് ഉണ്ടായത് കൊണ്ടാണ് ഈ 3% ആംഗ്ലോ ഇന്ത്യൻസിനെ കൂടി ഉൾപ്പെടുത്തിയത്. എവിടെയാണ് നമുക്ക് അധികാരത്തിൽ പങ്കാളിത്തം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നത്? അത്തരം സാഹചര്യങ്ങളിലെ ഇത് കേൾക്കാൻ പോലും ആളുണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ഈ പറയുന്നവരൊന്നും ഇത് അറിയണമെന്ന് തന്നെയില്ല. ഇപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം, നമുക്ക് there are enough room, നമുക്ക് ആരുടെ എടുത്തു മാറ്റേണ്ട. 4% വിദ്യാഭ്യാസത്തിന് സംവരണം ഇന്ന് കേരളത്തിൽ ലത്തീനും ആംഗ്ലോ ഇന്ത്യനും കൊടുക്കണമെങ്കിൽ ആരുടെയും 1% പോലും എടുത്തു കളയേണ്ട. തൊഴിലിന് കൊടുക്കുന്നത് പോലെ ഇവിടെയും കൊടുക്കുന്നതിന് ഒരു ഇച്ഛാശക്തിയുള്ള അധികാരി വന്നാൽ മാത്രം മതി. EWS റിസർവേഷൻ വന്നപ്പോൾ മുഖ്യമന്ത്രി ഇടയ്ക്ക് സംവരണ വിഭാഗങ്ങളുടെ ഒന്നും എടുത്തു മാറ്റാതെയാണ് എന്ന് അങ്ങനെ പറയുന്ന ഒരാൾ എന്താണ് ഇതിനെപ്പറ്റി അന്വേഷിക്കാത്തത്? അത് അദ്ദേഹത്തിന്റെ കുറ്റം കൊണ്ടാണെന്ന് ഞാൻ പറയില്ല. പകരം അവിടെ ഈ വിഷയം എത്തേണ്ട പോലെ എത്താത്തത് കൊണ്ടാണ്. അധികാര കേന്ദ്രങ്ങളിൽ ആ വിഷയം നമുക്ക് പറയാൻ അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിന് തക്ക പങ്കാളിത്തം നമുക്കില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ള ആളുകളെ
ഇതൊരു നിരന്തരമായി ഇടപെടേണ്ട വിഷയമാണെന്നുള്ളൊരു ബോധ്യമുണ്ടാക്കാൻ ഇത്തരത്തിലുള്ള സെമിനാറുകൾ ഉപകരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇനി രണ്ടാമത്തെ ഒരു വിഷയം OBC ഇ ഗ്രാന്റ് സംബന്ധിച്ചാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഞാൻ പറഞ്ഞത് PGക്കും ഡിഗ്രിക്കും മുഴുവൻ കോഴ്സുകൾക്കും 4% സംവരണം തൊഴിലിന് ഉള്ളതുപോലെ നമുക്ക് ഇന്ന് ലഭിക്കുന്നതിന് സാങ്കേതികമായി യാതൊരു തടസ്സവുമില്ല. അതേസമയം 3% ചോദിക്കാൻ ഞാൻ മുമ്പ് കാണിച്ച സ്ക്രീൻ ഷെയർ ആയിട്ടില്ല, മുമ്പ് ഞാൻ വായിച്ച ഉത്തരവ് പ്രകാരം നമുക്ക് അവസരമുണ്ട് താനും. ആ ഉത്തരവ് സാധാരണഗതിയിൽ ഇന്റർപ്രറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫഷണൽ കോളേജുകളിൽ ആ പേര് മാത്രം മതി, പ്രൊഫഷണൽ കോളേജുകളിൽ നടക്കുന്ന മുഴുവൻ കോഴ്സിനും നമുക്ക് ക്ലെയിം ചെയ്യാം. ഇനി അതല്ല, അതിനപ്പുറത്തൊരു ലെജിസ്ലേറ്റീവ് ഇന്റൻഷൻ ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ പോലും 4% തരുന്നതിന് ആരുടെയും ഒന്നും കവർന്നെടുക്കേണ്ട കാര്യമില്ല. ഇനി രണ്ടാമത്തെ വിഷയം, അത് ഈ അടുത്ത് 2 വർഷമായിട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ കോളേജുകളിൽ എക്സാമ്പിൾ പറഞ്ഞാൽ സെയിന്റ് ആൽബർട്ട് കോളേജ് അല്ലെങ്കിൽ സെന്റ് പോൾസ് കോളേജ്, യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട കോളേജുകളിലൊക്കെ അഡ്മിഷന് വേണ്ടി ഈ കോട്ട ഫില്ല് ചെയ്യുന്ന, ഈ കഴിഞ്ഞ ദിവസം കൂടി ഫോട്ടോ ചെയ്യുന്ന നിൽട്ടൺ ട്രിമല്ലോ പറഞ്ഞിട്ട് വേറൊരു ആൾ എന്നെ വിളിച്ചിരുന്നു, അദ്ദേഹം ഇതിനകത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് നാളുകളിലേക്ക് വെബ്സൈറ്റിൽ ആംഗ്ലോ ഇന്ത്യന് വേണ്ടി ഓപ്ഷൻ കൊടുത്തിരുന്നു. പിന്നെ ഓപ്ഷൻ എടുത്ത് മാറ്റി. അത് മാറ്റാൻ കാരണം പിന്നെയാണ് അവർ ആലോചിച്ചത് LC മാത്രമേ അവിടെ വരുന്നുള്ളൂ, ആംഗ്ലോ ഇന്ത്യൻ റിസർവേഷൻ കൊടുക്കേണ്ട കാര്യമില്ല, ഈ ചട്ടപ്രകാരം കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് എന്ന് പറഞ്ഞിട്ട് അതെടുത്ത് മാറ്റി. പക്ഷേ അത് എൻ്റെ ഒരു അഭിപ്രായം, ഇത് നമ്മൾ 2020 ഡിസംബർ മാസത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത്രയും വർഷമായിട്ടും ഞാൻ പറഞ്ഞ ഭരണഘടന ഉണ്ടായി, കുമാരപിള്ള കമ്മീഷൻ 65 വന്നു, അത് കഴിഞ്ഞ് പല കാര്യങ്ങളൊക്കെ വന്നു, ഇത്രയൊക്കെ ആയിട്ടും ഒരു ആംഗ്ലോ ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് കേരളത്തിൽ PG കോഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായിട്ട്, എന്റെ ചോദ്യം ഇതാണ്, അപ്ലൈ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായിട്ട് എന്താണ് നമ്മളെ പോലുള്ള ആളുകൾക്ക് ഇതിന് കടുത്ത പ്രതികരണങ്ങളൊന്നും നടത്താൻ പറ്റാത്തത്? അതിന് കാരണം ഒന്നേ ഉള്ളൂ, മറുപടി ഒന്നേ ഉള്ളൂ, ഇത് നമ്മുടെ കുറ്റം കൊണ്ടല്ല. ഒന്ന്, എണ്ണത്തിൽ കുറവുള്ള കാര്യങ്ങളാകാം. ഇപ്പൊ ലാറ്റിൻ ആണെങ്കിൽ പോലും അധികാരത്തിൽ പങ്കാളിത്തമില്ലായ്മ. EWS സംവരണത്തിൽ തന്നെ നമ്മുടെ ചെറുപ്പക്കാരേക്ക് ഇത് പറഞ്ഞു കഴിയുമ്പോൾ അവരുടെയൊക്കെ വിചാരം എന്താ കുഴപ്പം, നമുക്കെന്താ കുഴപ്പം? നമുക്ക് 1952 7% സംവരണം ഉണ്ടായിരുന്നു PSC-യിൽ. 7%. നിങ്ങൾ ആലോചിക്കണം, 100 പേരെ ജോലിക്കെടുത്താൽ 7 പേര് ലത്തീൻ ചെറുപ്പക്കാരായിരുന്നു. പിന്നീട് അത് 54 ആയപ്പോൾ കുറഞ്ഞു, 56 ആയപ്പോൾ കുറഞ്ഞു, അവസാനം 1963 അത് 4% നിന്നു. അതിനുശേഷം 70 ആയപ്പോൾ നെട്ടൂർ P. ദാമോദരൻ കമ്മീഷൻ പറഞ്ഞു ലാറ്റിൻ കാത്തലിക്സിനും ആംഗ്ലോ ഇന്ത്യൻസിനും ഒന്നും 4% കൊടുക്കണ്ട, അവർക്ക് ക്ലാസ് 3-ലും ക്ലാസ് 4-ലുമായി 2ഉം 3ഉം ഒക്കെ കൊടുത്താൽ മതി എന്ന് റിപ്പോർട്ട് വന്നു, നെട്ടൂർ P. ദാമോദരൻ കമ്മീഷൻ റിപ്പോർട്ട്. ആ സമയത്താണ് വീണ്ടും ഈ സമുദായ സംഘടന KLCA ഉണ്ടായി വന്നത് 72-ൽ. അന്ന് അവർ ഉയർത്തിയ പ്രതിഷേധം കൊണ്ടാണ് ഇന്ന് ഈ 4% സംവരണം ഇപ്പോഴും PSC നിലനിൽക്കുന്നത്. അപ്പൊ അത്തരം പശ്ചാത്തലങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടെ ചെറുപ്പക്കാരെയും മുഴുവൻ ആളുകളെയും ഇതിനെപ്പറ്റി ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഈ പറയുന്ന 4% ഇല്ലാതാകാനൊന്നും ഇനി അധികം സമയം വേണ്ട. കാരണം എന്താണെന്നറിയോ, KC സക്കറിയയുടെ റിപ്പോർട്ട് ഒരുപക്ഷെ ചാൾസ് സാറിനൊക്കെ അറിയാം. CDS-ന്റെ പഠനം നടത്തിയ KC സക്കറിയയുടെ റിപ്പോർട്ടിൽ 9,33,000 കേരളത്തിലെ ലത്തീൻ കത്തോലിക്കരുടെ എണ്ണം. ആംഗ്ലോ ഇന്ത്യൻ വംശജരുടെ എണ്ണവും അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ. അത് വെച്ച് നമ്മൾ പറയുന്നത് ഇതെല്ലാവരും കൂടി ചേർന്ന് 20 ലക്ഷം ഉണ്ടെന്ന് നമ്മൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ 9,33,000 വരുന്ന ആളുകൾക്ക് എന്തിനാ 4% സംവരണം? അതിന്റെ കേസുകൾ വേറെ മുസ്ലിം സംഘടനകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മെക്ക ഏതൊരു സംഘടന കൊടുത്ത കേസിൽ ജാതിയുടെ എണ്ണം തിരിച്ച് സെൻസസ് അനുസരിച്ച് കാസ്റ്റ് സെൻസസ് കണക്ക് കൃത്യം ഇപ്പൊ പുറത്തു വിട്ടിട്ടില്ലെങ്കിലും എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ റിസർവേഷൻ പുനഃക്രമീകരിക്കണമെന്നാണ് ചിലരുടെയൊക്കെ ആവശ്യം. അങ്ങനെ വരുമ്പോൾ ഇനിയും കുറയും. അങ്ങനെ കുറയുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ആലോചിച്ച് വരുമ്പോഴേക്കും അത് കട്ട് ചെയ്ത് പോയിട്ടുണ്ടാവും. നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോളൂ, NSS ഇപ്പോൾ ഹൈക്കോടതിയിൽ ഒരു കേസ് അവർ കൊടുത്തിട്ടുണ്ട്. അവർ പറയുന്നത് എന്താണെന്നറിയോ, ഈ പുതിയ EWS സംവരണത്തിൽ NCA പോലൊരു സംവിധാനം കൊണ്ടുവരണം, നോ കാൻഡിഡേറ്റ് അവൈലബിൾ പോലെ സംവിധാനം കൊണ്ടുവരണമെന്ന്. നമുക്കറിയാം NCA എന്ന് പറഞ്ഞാൽ 4% ഇപ്പോൾ റിസർവേഷൻ PSC-യിൽ ഉള്ളത് ഏതെങ്കിലും പോസ്റ്റുകളിൽ 4 പേർ ഇല്ലാതെ വന്നാൽ ആ പെൻഡിങ് പോസ്റ്റ് നോ കാൻഡിഡേറ്റ് അവൈലബിൾ എന്ന പേരിൽ അടുത്ത തവണത്തേക്ക് മാറ്റണം. SSR-ന്റെ റൂൾ 14B പറയുന്നത് ചുരുങ്ങിയത് 2 തവണയെങ്കിലും അതിനുവേണ്ടി മാത്രം നോട്ടിഫൈ ചെയ്യണം. എത്ര തവണ വേണമെങ്കിലും ചെയ്യാം.
ചുരുങ്ങിയത് 2 തവണയെങ്കിലും ചെയ്യണം. എന്നിട്ട് അങ്ങനെ ഒഴിച്ചിരിക്കുന്ന പോസ്റ്റുകളിൽ ഏത് കമ്മ്യൂണിറ്റിയാണോ അവരെ മാത്രം വെക്കണം. അതാണ് NCA. ഇപ്പോ വന്ന് EWSലും പറയുകയാണ് NCA വേണമെന്ന്. ഇപ്പൊ എന്താ അതിന്റെ അർത്ഥം? EWS എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ആളുകൾക്ക് സംവരണം കൊടുക്കലാണ്. അപ്പൊ പാവപ്പെട്ട അത് റെപ്രസെന്റേഷൻ അല്ല, ഇറ്റ്സ് ഓൺലി എ വെൽഫെയർ മെഷർ. വേറെ ദിസ് വൺ ഈസ് റെപ്രസെന്റേഷൻ. കമ്മ്യൂണിറ്റി റിസർവേഷൻ ആണ് റെപ്രസെന്റേഷൻ. ഇപ്പൊ അവിടെ പറയാണ് NCA പോലെ ഒരു വർഷം EWS ആളുകൾ ഇല്ലെങ്കിൽ അത് ഒഴിച്ചിട്ട് അടുത്ത വർഷത്തേക്ക് കൊടുക്കണമെന്ന്. അങ്ങനെയുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ള ലോകമെന്ന് ഞാൻ പറയാൻ കാരണം, ചില ആളുകൾ മാത്രം അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരമായി ഉണർന്നിരിക്കുകയും എവിടെയൊക്കെ ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ ആ എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഉപയോഗിക്കുകയും, എന്നാൽ മറ്റു ചില ആളുകൾ ഇൻക്ലൂഡിങ് ലാറ്റിൻ കാത്തലിക് നമ്മളെ പോലുള്ള ആളുകൾ നമുക്ക് ഇങ്ങനെ എല്ലാ സമയത്തും അതുപോലെ പ്രതികരിക്കാനോ കാര്യങ്ങൾ ചെയ്യാനോ ശേഷിയില്ലാതായി മാറുകയും ചെയ്യുന്നു. അത് ആരുടെയും കുറ്റമല്ല. അതാണ് ബാക്ക്വേർഡ്നെസ്. ഇന്ത്യയിലെ 80% വരുന്ന ആളുകൾക്കെതിരാണ് EWS. കേരളത്തിൽ 75% വരുന്ന ആളുകൾക്കാണ് EWS. എന്നിട്ട് ആ 75%ത്തിന്റെ ഒരു 7.5% പ്രതികരിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അങ്ങനെ പ്രതികരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ കൂടിയാണ് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ നമ്മൾ പറയുമ്പോൾ ഈ ബാക്ക്വേർഡ്നെസിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായിട്ട് പറയാവുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, എന്ത് കാരണം കൊണ്ടും ഇന്ന് കേരളത്തിൽ മുഴുവൻ ലത്തീൻ കത്തോലിക്കർക്കും, ആംഗ്ലോ ഇന്ത്യൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ലത്തീൻ കത്തോലിക്കർക്കും PSCയിൽ 4% കിട്ടുന്നത് പോലെ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ കോഴ്സുകളിലും 4% കിട്ടാൻ അവർ എൻടൈറ്റിൽഡ് ആണ്. ദേ ആർ സ്ക്വയർലി എൻടൈറ്റിൽഡ്. അത് യാതൊരു തടസ്സവും അതിനില്ല. പിന്നെ ടെക്നിക്കൽ ഹേഡിൽസ് ഇല്ല. ടെക്നിക്കൽ തടസ്സം എന്ന് പറയണമെങ്കിൽ 50% ക്യാപ്പ് വേണം. ഒബ്വിയസ്ലി ഇറ്റ് ഈസ് നോട്ട് ദർ. കാരണം ഇപ്പോഴും 50% എത്തിയിട്ടില്ല. പക്ഷേ എന്നിട്ടും എന്താ കൊടുക്കാത്തത്? ആ കൊടുക്കാത്തതിനുള്ള ചോദ്യമാണ്, എന്താ തരാത്തതെന്നുള്ള ചോദ്യമാണ് നിരന്തരമായി നമ്മൾ ഉയർത്തിക്കൊണ്ടിരിക്കേണ്ടത്. അത്തരം ചോദ്യം ഇതുപോലുള്ള എല്ലാ വേദികളിലും നിങ്ങൾ ഉയർത്തുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അത് കൂടുതൽ നമ്മുടെ ആളുകളിലേക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ആംഗ്ലോ ഇന്ത്യൻസ് ഇങ്ങനെ ഈ ഒരു നിങ്ങളുടെ ഈ സംഘടന ഈ വിഷയം പറയാൻ കാരണം ഒന്നും കിട്ടാത്തത് കൊണ്ടാണ്. ലാറ്റിൻ കാത്തലിക്സിന് 1% ഉണ്ട്, അത് കിട്ടുന്നില്ല എന്നുള്ള ബോധം അധികം പേർക്കില്ല. ഞാൻ മഹാരാജ് കോളേജിൽ പഠിക്കാൻ ചെന്നപ്പോൾ എനിക്ക് ലാറ്റിൻ കാത്തലിക് ആയതുകൊണ്ടൊന്നും എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല ഡിഗ്രി കോഴ്സിന്. കാരണം 100 സീറ്റിൽ അധികം ഉണ്ടെങ്കിലേ അവിടെ അഡ്മിഷൻ ഒരെണ്ണം കിട്ടുള്ളൂ. 100 സീറ്റ് ഇല്ലാത്തൊരു കോഴ്സിനാണ് ഞാൻ ചേർന്നത്. അതുപോലെ PGക്ക് ചേരുന്ന ഒരു ലത്തീൻകാരനും കിട്ടില്ല. ഇന്നിഫാക്ട് ലാറ്റിനും ആംഗ്ലോ ഇന്ത്യനും ഈ PGക്കും ഗവൺമെന്റ് കോളേജിലെ ഡിഗ്രി കോഴ്സിനും ഒരേ അവസ്ഥയിലാണ്. പക്ഷെ പറയുമ്പോഴെന്താ 1% ഉണ്ടെന്ന് പറയും. അതിന്റെ പേരിൽ വലിയ പ്രതികരണങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും ഇപ്പൊ നടന്നു വരുന്നുണ്ട്. ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ EWSന്റെ ചർച്ചയിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം കാനൻ രാജേന്ദ്രനും LDFന്റെ കൺവീനറും ചർച്ചയ്ക്ക് വന്നിരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി സുസപ്പാക്യം പിതാവ് ഉൾപ്പെടെയുള്ളവർ പോയിരുന്നു. അപ്പോ അവിടെ ഉന്നയിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, നിങ്ങൾ EWS നടപ്പിലാക്കിയതിലെ ശാസ്ത്രീയമായ രീതിയെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. 10% മുഴുവനായും കൊടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു കോമ്പൻസേഷൻ എന്നുള്ള രീതി നിങ്ങൾ EWS കൊണ്ടുവന്നപ്പോൾ എഡ്യൂക്കേഷനും തൊഴിലിനും വിദ്യാഭ്യാസത്തിനും തൊഴിലിനും ഒരേപോലെ 10% കൊണ്ടുവന്നില്ലേ? അതുപോലെ ഒരു കോമ്പൻസേഷൻ ആയിട്ടെങ്കിലും വർഷങ്ങളായി ലത്തീൻ കത്തോലിക്കർ ആവശ്യപ്പെടുന്ന ഈ 3ഉം 1ഉം എന്നൊക്കെയുള്ളത്, PSCക്ക് ലത്തീൻ കത്തോലിക്കിന് ആംഗ്ലോ ഇന്ത്യൻ 4% ഉള്ളതുപോലെ ഇവിടെയും 4% തരണം എന്നുള്ളതാണ് നമ്മൾ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിട്ട് ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോഴാണ് പിന്നെ വേറെ വിവാദങ്ങളൊക്കെ വന്ന് ആ ചർച്ചയൊക്കെ നിന്നുപോയി. എന്നാലും അത് നിരന്തരമായി നമ്മൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ഇൻഹൗസ് മീറ്റിങ്ങുകൾ ആയതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും, ഇപ്പോ ഈ EWS സമരത്തിന്റെ കൂടെ ഈ ഒരു വിഷയം കൂടി ശക്തമായിട്ട് ഉന്നയിച്ചാൽ ഒരു പക്ഷേ അത് നമുക്ക് നേടിയെടുക്കാനാകും. കാരണം അതിൽ വലിയ തടസ്സങ്ങളില്ല, ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റുകളാണ്. അതുകൊണ്ട് അതും ഇപ്പൊ നമ്മൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ സാന്ദർഭികമായിട്ട് പറയുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. OBC രണ്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇത്തരം കോളേജുകളിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, കോഴ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ 20% സീറ്റ് കമ്മ്യൂണിറ്റി മെറിറ്റാണ്. നമ്മൾ 40% മാനേജ്മെന്റ് സീറ്റ് എന്ന് പറയുമെങ്കിലും അതിൽ 20% മാനേജ്മെന്റിന്റെ സോൾ ഡിസ്ക്രിപ്ഷനാണ്. ദ ബാലൻസ് 20% ഡിപ്പെൻഡ്സ് അപ്പോൺ ലാറ്റിൻ കമ്മ്യൂണിറ്റി മെറിറ്റ് ഇൻക്ലൂഡിങ് ആംഗ്ലോ ഇന്ത്യൻ. അങ്ങനെ പറയുമ്പോൾ അത്
ഇപ്പോൾ ഞാൻ പറയാൻ കാരണം ആംഗ്ലോ ഇന്ത്യൻ കുട്ടികൾക്ക് എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഡിഗ്രി കോഴ്സുകൾക്ക് അല്ലെങ്കിൽ +2 കോഴ്സിന് കിട്ടുന്നുണ്ടാവും നമ്മുടെ കോളേജുകളിൽ. PG കാര്യങ്ങളിൽ പ്രശ്നം ഉണ്ടാവായിരിക്കും. എന്തുകൊണ്ടാലും +2 കിട്ടുന്നുണ്ടാവും. അങ്ങനെ കിട്ടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അതിന് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന OBC ഗ്രാന്റ് കഴിഞ്ഞ 2 വർഷമായിട്ടില്ല. അതിന് ഇവർ പറയുന്ന കാരണം OBC ഗ്രാന്റ് കൊടുക്കുന്നത് മെറിറ്റിൽ കയറുന്ന കുട്ടികൾക്കാണ്. ഇവിടെ കമ്മ്യൂണിറ്റി മെറിറ്റിൽ കയറുന്ന കുട്ടികൾ ഈ മെറിറ്റ് ലിസ്റ്റിൽ പെട്ടതല്ല എന്നാണ് മറുപടി. ഒരുപക്ഷെ ആംഗ്ലോ ഇന്ത്യൻ അല്ലാതെ തന്നെ പെടാത്തത് കൊണ്ട് നിങ്ങളെ അധികം ബാധിക്കുന്നില്ലെങ്കിൽ പോലും +2 ആ വിഷയത്തിലേക്കൊക്കെ വരുമ്പോൾ അവിടെ OBC ഗ്രാന്റ് കിട്ടുന്നതിന് VHSC ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ആംഗ്ലോ ഇന്ത്യൻ കുട്ടികൾക്കും OBC ഗ്രാന്റ് കിട്ടുന്നതിന് ഈ ഒരു നിലപാട് തടസ്സമാണ്. അതും നമ്മൾ ഉന്നയിച്ചിരിക്കുന്ന ഈ അടുത്ത് ഫേസ് ചെയ്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പിന്നെയുള്ളത് ഈ KSSSRന്റെ റൂൾ 14 ഇതിനകത്ത് പറയുന്ന മെറിറ്റിലുള്ള ആളുകളെ സംവരണത്തിലേക്ക് ആക്കുന്ന ഒരു വിഷയം. 20ന്റെ യൂണിറ്റ് വരുമ്പോൾ ഒരുപക്ഷെ ആ കേസൊക്കെ സാറിന് ഓർമ്മയുണ്ടാവും. 1ാം റാങ്കുകാരനെ റിസർവേഷനിൽ കൊണ്ടുവന്നു. 20ന്റെ റോസ്റ്റർ സംവിധാനം നിലവിലുണ്ടായിരുന്ന ആ സമയത്തിന്റെ കേസ് വരാനുള്ള മുഖ്യ കാരണം സുനിൽ ബാബു എന്ന പേരുള്ള ഒരു മലപ്പുറംകാരനായ ഒരാള്, അയാൾക്ക് 1ാം റാങ്കാ. 1ാം റാങ്ക് ആയിട്ടും അയാളെ മെയിൻ PSCയിൽ നമുക്കറിയാം 2 ലിസ്റ്റ് ഇടും, മെയിൻ ലിസ്റ്റും സപ്ലിമെന്ററി ലിസ്റ്റും. ഈ മെയിൻ ലിസ്റ്റില് റാങ്ക് ലിസ്റ്റാണ് പബ്ലിഷ് ചെയ്യുന്നത്. എന്നിട്ട് അതിന്റെ കൂടെ നേരെ ഏതാണോ LC ആണോ അങ്ങനെ AI ആണോ എന്താണെന്നൊക്കെ ഇടും. അത് അവർ ഏത് കാറ്റഗറി വരുന്നു എന്നുള്ളതാണ്. ആ ഒരു ഘട്ടത്തിൽ 1ാം റാങ്കുകാരന് അഡ്മിഷൻ ജോലി കൊടുത്തത് റിസർവേഷൻ കാറ്റഗറിയിലാണ്. ശരിക്കും പറഞ്ഞാൽ 20 പേരുടെ പട്ടിക എടുക്കുമ്പോൾ അതിൽ പകുതി റിസർവേഷൻ പകുതി ജനറലിന് വരുമ്പോൾ ഈ മാർക്കുള്ള ആള് അയാൾ ജനറലിൽ കയറേണ്ട ആളിനെ റിസർവേഷനിൽ കയറ്റി ഒരു റിസർവേഷന്റെ അവസരം കളയുകയാണ്. അങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതൊക്കെ കുറച്ചും കൂടി സ്പെസിഫൈ ചെയ്ത് പറയേണ്ടതാണ്. ഇപ്പോൾ ഞാൻ ഒന്ന് കൺസ്ട്രെയിൻ ചെയ്ത് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടും തൊഴിലിന് കിട്ടുന്നത് പോലെയുള്ള 4% റിസർവേഷൻ നമുക്ക് വിദ്യാഭ്യാസത്തിനും ക്ലെയിം ചെയ്യാൻ മുഴുവൻ അവകാശമുണ്ട്, അതിനുള്ള അർഹതയുണ്ട്, സാങ്കേതികമായ തടസ്സങ്ങളൊന്നുമില്ല. പക്ഷെ വർഷങ്ങളായിട്ടും അത് നടക്കാതെ വരുന്നതിനുള്ള കാരണം അതിന് ഇച്ഛാശക്തിയുള്ള അധികാര കേന്ദ്രം, ഓർഡർ ഇറക്കാനുള്ള അധികാര കേന്ദ്രങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ്. ഒരുപക്ഷെ ഏത് സർക്കാർ വരുമ്പോഴാണെങ്കിലും നമുക്ക് എത്രമാത്രം അവരെ സ്വാധീനിക്കാൻ പറ്റും കഴിയുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മറുപടിയാണ്. നമുക്ക് അത്തരത്തിലുള്ള ഒരു ശക്തി കേന്ദ്രമായി മാറാൻ, അധികാരത്തിൽ പങ്കാളിത്തം ഉണ്ടാക്കിയെടുക്കാൻ ഇതുപോലുള്ള കൂടിച്ചേരലുകളും മീറ്റിങ്ങുകളും കാരണമാകട്ടെ എന്നാണ് ഞാൻ കരുതുന്നത്. ബേസിക് ഇഷ്യൂ ഇതാണെന്ന് എനിക്കറിയാം. അത് ഒരു അവസരമുണ്ടായിട്ടും അർഹതയുണ്ടായിട്ടും അവൈലബിലിറ്റി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ട് കൂടി അത് ലഭിക്കാത്ത, അതിലേക്ക് നടന്നെടുക്കാൻ നമുക്ക് പറ്റാത്ത ഒരവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണം. നമ്മുടെ ചെറുപ്പക്കാരെ ഇപ്പൊ ആംഗ്ലോ ഇന്ത്യൻ യൂത്ത് അസോസിയേഷനൊക്കെ എനിക്കറിയാം, ആ ചെറുപ്പക്കാരെയൊക്കെ ഉൾപ്പെടുത്തി നിരന്തരമായി എഴുത്തുകൾ നടത്താൻ. ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിൽട്ടൺ ട്രംബിലൊക്കെ ഒരുപാട് RTI കൊടുത്തിട്ടുണ്ട്. RTI മറുപടികളുണ്ട്. ഞാൻ സ്ക്രീൻ ഷെയറിംഗ് ഇപ്പോഴും അകത്തുകൊണ്ട് കാണിക്കാൻ പറ്റാത്തത്. ആ ഓരോ മറുപടി ചില യൂണിവേഴ്സിറ്റി ഉണ്ട്, ഇവിടെ ശ്രീശങ്കര യൂണിവേഴ്സിറ്റി, കാലടി യൂണിവേഴ്സിറ്റി, അവിടെ ആംഗ്ലോ ഇന്ത്യൻ റിസർവേഷൻ കൊടുത്തിട്ടുണ്ട് PGക്ക്, LLMന് അല്ല PGക്ക്. അപ്പൊ അങ്ങനെ ചില സ്ഥലത്ത് റിസർവേഷൻ കൊടുക്കുന്നു, ചിലയിടത്ത് നില്ലെന്ന് കാണിക്കുന്നു. അങ്ങനെ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതേസമയം അങ്ങനെ അവർ ചിലയിടത്ത് കൊടുക്കാൻ കാരണം ഞാൻ മുമ്പ് വായിച്ചു കേൾപ്പിച്ച ഓർഡറിൽ പ്രൊഫഷണൽ കോളേജുകൾ എന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ടാണ്. ആ പ്രൊഫഷണൽ കോളേജിൽ നടക്കുന്ന മുഴുവൻ കോഴ്സുകൾക്കും കൃത്യമായി പറഞ്ഞാൽ 3% സംവരണം നമുക്ക് ലഭിക്കാൻ, ക്ലെയിം ചെയ്യാൻ അർഹതയുള്ളതാണ്, അവസരമുള്ളതാണ്. പക്ഷെ അത് ചില ആളുകൾ അവർക്ക് തോന്നിയതുപോലെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു തടസ്സമായി നമ്മുടെ മുന്നിൽ ഇപ്പോൾ നിലവിലുള്ളത്. സർ, ഇനി എന്തെങ്കിലും ഇന്ററാക്ഷൻസ് ഉണ്ടെങ്കിൽ അതിനൊപ്പം സംസാരിക്കാം. Thank you, sir, for your motivating speech. I hope your speech will inspire the community members and give an insight into their rights. Now, Professor Valentine de Cruz, Principal of St. Paul's College, Kalmasheri, will give her review on the subject. So, Cherry, please bear with us. Good evening, everyone. Good evening. Hi, good evening. ഞാൻ അഡ്വക്കേറ്റ് ഷെറിജ തോമസ് പറഞ്ഞതിനെ ഒന്ന് സപ്ലിമെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഞാൻ ഒരു എയ്ഡഡ് കോളേജിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ അഡ്മിഷൻ പ്രോസസ്സിൽ സാർ പറഞ്ഞ പോലെ ഞാൻ MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഒരു കോളേജിലാണ്, സെയിന്റ് പോൾസ് കോളേജ്. അതില് ഒരു കുട്ടി അഡ്മിഷൻ പ്രോസസ്സിൽ കയറുമ്പോൾ
ഡ്രോപ്പ് ബോക്സില് ജനറൽ, SC, ST, OBC, OEC എന്നാണ് കാണുന്നത്. അപ്പൊ നാച്ചുറലി ഒരു കുട്ടി OBC സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ വരുന്നത് ലാറ്റിൻ കാത്തലിക് അതർ ദാൻ ആംഗ്ലോ ഇന്ത്യൻ എന്നാണ്. അപ്പൊ എന്നോട് ചില ക്വറീസ് വരാറുണ്ട്, ഏത് സെലക്ട് ചെയ്താലാണ് നമുക്ക് ഞങ്ങൾ ആംഗ്ലോ ഇന്ത്യൻ അല്ലേ, അവിടെ ലാറ്റിൻ കാത്തലിക് അതർ ദാൻ ആംഗ്ലോ ഇന്ത്യൻ അല്ലേ കിട്ടുന്നതെന്ന് ചോദിച്ച് പല ക്വറീസ് വരാറുണ്ട്. ഞാൻ അവരുടെ അഡ്വൈസ് ചെയ്യാറുള്ളത് നിങ്ങൾ അത് തന്നെ സെലക്ട് ചെയ്യൂ. പിന്നെ അടുത്ത ഓപ്ഷൻ പിന്നെ ഉള്ളത് ജനറൽ ആണ്, അത് സെലക്ട് ചെയ്താൽ ആംഗ്ലോ ഇന്ത്യൻ കിടക്കുന്നുണ്ട്. അതൊരു ലാറ്റിൻ കാത്തലിക് ആൻഡ് ആംഗ്ലോ ഇന്ത്യൻസ് എന്നോ അല്ലെങ്കിൽ ഇൻക്ലൂഡിങ് ആംഗ്ലോ ഇന്ത്യൻസ് എന്നോ ആണെങ്കിൽ ആ ഒരു പ്രശ്നം മാറി കിട്ടിയാൽ ഇത് വർഷങ്ങളായിട്ട് ഞാൻ അനുഭവിക്കുന്നതാണ്. എന്തായാലും പക്ഷെ പിള്ളേര് ലാറ്റിൻ കാത്തലിക് അതർ ദാൻ ആംഗ്ലോ ഇന്ത്യൻ എന്നുള്ള ഇത് തന്നെയാണ് നമ്മുടെ ആംഗ്ലോ ഇന്ത്യൻ സെലക്ട് ചെയ്യുന്നതും അവർക്ക് അഡ്മിഷൻസ് കിട്ടുന്നുണ്ട്. അവരെ സെലക്ട് ചെയ്തുകൊണ്ട് അവരുടെ അഡ്മിഷൻ പോകുന്നതായിട്ടോ അതിന് വേറെ വല്ല കുറി വന്ന് അവരുടെ അഡ്മിഷൻ തടയുന്നതായിട്ടോ ഞാൻ കണ്ടിട്ടില്ല. PG പിന്നെ MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എല്ലാ കോളേജുകളിലും 20% സീറ്റ് നമ്മുടെ കമ്മ്യൂണിറ്റി കോട്ടയിലാണ്. ആ കമ്മ്യൂണിറ്റി കോട്ടയിൽ ആംഗ്ലോ ഇന്ത്യൻസ് ഉള്ളതുകൊണ്ട് അഡ്മിഷൻ എടുക്കുന്നതിൽ കുട്ടികൾക്ക് യാതൊരു പ്രശ്നവുമില്ല. അതുകൂടാതെ സെയിന്റ് പോൾസ്, സെയിന്റ് ആൽബർട്ട്സ് പോലെയുള്ള കോളേജുകളിൽ നമ്മുടെ മാനേജ്മെന്റ് സീറ്റ് ഈ വർഷമോ സെന്റ് ആൽബർട്ട്സിൽ പല വർഷങ്ങളായി തുടരുന്നു കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികൾക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നതും അതിൽ കൂടെ ആംഗ്ലോ ഇന്ത്യൻസ് കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ വർഷം എനിക്ക് അനുഭവപ്പെട്ട വേറൊരു കാര്യം, ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ ആംഗ്ലോ ഇന്ത്യൻസ് കുട്ടികൾ നമ്മുടെ കോളേജിൽ അപ്ലൈ ചെയ്തിരുന്നു. പക്ഷെ വളരെ കുറച്ച് പേര് അഡ്മിഷൻ എടുത്തുള്ളൂ. എന്നാലും എല്ലാവരും തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് തിരിയുന്നുണ്ട്, എല്ലാവരും ഉന്നത വിദ്യാഭ്യാസം തേടുന്നുണ്ട് എന്ന് ഒരു സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. പിന്നെ ഷേർ സാർ പറഞ്ഞ വേറൊരു കാര്യം ഗ്രാൻസിന്റെ കാര്യമാണ്. ഗ്രാൻസ് കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് വരെ കമ്മ്യൂണിറ്റി കോട്ടയിലൂടെ എടുക്കുന്ന, അതായത് ആംഗ്ലോ ഇന്ത്യൻസ് ഉൾപ്പെടെ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് ഗ്രാൻസ് അനുവദിച്ച് കിട്ടിയിരുന്നു. ഇപ്പൊ അത് എടുത്തു മാറ്റി. അപ്പോ ഇതുപോലത്തെ വെബിനാർസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനെതിരെ ഒരു ശബ്ദം ഉയർത്താൻ വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് ആ ഗ്രാൻസിലുള്ള ആ സംവരണം, അതായത് കമ്മ്യൂണിറ്റി കോട്ടയിലോ കമ്മ്യൂണിറ്റി കോട്ടയിൽ കൂടി കയറുന്നതും അതൊരു മെറിറ്റ് തന്നെയാണ്. കമ്മ്യൂണിറ്റി കോട്ട ബേസ്ഡ് ഓൺ മെറിറ്റ് ബേസിസ്. അതില് കുട്ടികൾക്ക് ആ ഗ്രാൻസ് അനുവദിച്ചു കിട്ടാനുള്ള ഒരു നീക്കം കൂടി നമ്മുടെ ഉന്നത അധികാരികള് ആളുകളെ അറിയിക്കണം. അതിനുവേണ്ടി ഈ മീറ്റിംഗ് ഒരു ഉപാധിയാകട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടാതെ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മുടെ സെൽഫ് ഫിനാൻസിങ് എയ്ഡഡ് കോളേജിലും ഉണ്ട് സെൽഫ് ഫിനാൻസിങ് കോഴ്സസ്. അവിടെയും 1% സീറ്റ് എല്ലാ കോഴ്സിനും തന്നെ ലാറ്റിൻ കാത്തലിക്സിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അവിടെ ആ ലാറ്റിൻ കാത്തലിക്കിലെ ആംഗ്ലോ ഇന്ത്യൻ ഉൾപ്പെടെയുള്ളവര് അഡ്മിഷൻ തേടി അഡ്മിഷൻ എടുക്കാറുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. Thank you, ma'am. Sir, thank you, Ivy. Dr. Terence Rebello, retired professor of St. Albert's College, will speak now. Yeah, can you hear me? Good evening. മിസ് പറഞ്ഞ മാതിരി 2020 എനിക്ക് തോന്നുന്നു റിസർവേഷൻ കൊടുത്തിട്ടുണ്ട്. ബട്ട് ഇൻ 1996 when I was teaching 2-3 വർഷം റോബർട്ട് സ്റ്റാൻലി സാർ പ്രിൻസിപ്പൽ ആയപ്പോൾ ആംഗ്ലോ ഇന്ത്യൻസിന് റിസർവേഷൻ കൊടുത്തിട്ടില്ല MG യൂണിവേഴ്സിറ്റി. പിന്നെ മിസ് പറഞ്ഞ ഒരു കാര്യം, ഗ്രാൻസ് അത് ഒരു 2 വർഷമായിട്ട് കൊടുക്കുന്നില്ല. ഈ 2 പോയിന്റ്സ് ആണ് എനിക്ക് റേസ് ചെയ്യാനുള്ളത്. Thank you, sir. Next on the line is Advocate Nilton Rimello. He is a budding lawyer. He will speak now. Advocate Sherry sir, KLC General Secretary, സംസ്ഥാന ജനറൽ സെക്രട്ടറി, മറ്റ് സമുദായ നേതാക്കളെ, കമ്മ്യൂണിറ്റി ലവേഴ്സ് എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഷെറി സാർ ഈ വിഷയത്തിനെ പറ്റി നല്ല ഡീറ്റെയിൽഡ് ആയിട്ടും എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മുടെ ഈ ഗ്രാൻഡ്സ് വിഷയം അല്ലെങ്കിൽ റിസർവേഷൻ സംബന്ധമായ വിഷയങ്ങളൊക്കെ കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലായിട്ട് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം എനിക്ക് പേഴ്സണൽ ആയിട്ട് എന്ത് പറയണം ആലോചിച്ചപ്പോ തോന്നിയത്, ഒന്ന് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ലത്തീൻ സമുദായം നൽകിയ കോൺട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വലുതാണ്. നമ്മുടെ ഓരോ പള്ളികളുടെ അടുത്തും ഓരോ സ്കൂളുകൾ ഉണ്ടാവും. പിന്നെ സ്കൂൾ എന്നും പറഞ്ഞാൽ നമ്മൾ സാധാരണ വിളിക്കാറുള്ളത് ശരിക്കും അതൊരു പോർച്ചുഗീസ് ടേമാണ്, എസ്കോള. അത് പറഞ്ഞ് അത് സ്കൂളായി അങ്ങനെ ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് കേരളത്തിന്റെ ഒരു മൊത്തത്തിൽ ടോട്ടൽ ഡെവലപ്മെന്റിന് ലത്തീൻ സമുദായം ഒരു വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ലത്തീൻ സമുദായത്തിന്റെ, ആംഗ്ലോ ഇന്ത്യൻസ് ഉൾപ്പെടുന്ന ലത്തീൻ സമുദായത്തിന്റെ
വിദ്യാഭ്യാസ മേഖലയിലെ ഒരു റീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പരിതാപകരമാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ശരി സാർ ഓൾറെഡി പറഞ്ഞു, വർഷങ്ങളായിട്ട് കുറെ നാളായി 4% എംപ്ലോയ്മെന്റ് റിസർവേഷൻ ഉള്ള പോലെ തന്നെ ആക്കുന്നു. പക്ഷെ അത് ഇന്നും ഒരു പെൻഡിങ് ആയിട്ട് തന്നെ നിൽക്കുന്നു. അതിന് കുറെ എഫേർട്ട് ശരി സാർ എടുക്കേണ്ടത്, സാർ എടുക്കേണ്ടത്, നമ്മുടെ KLC അങ്ങനെ കുറെ കോണുകളിൽ നിന്ന് നിങ്ങളുടെ റിസർവേഷന് വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ശരി സാർ ഓൾറെഡി ഇങ്ങനെ ഒരു ഉത്തരം പറഞ്ഞു. അധികാര കേന്ദ്രങ്ങളിൽ നമ്മുടെ ആളുകളില്ല, അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി ആളുകളില്ലാത്ത പ്രധാനപ്പെട്ട ഇതിന്റെ ഒരു പ്രശ്നവും അതിന്റെ ഒരു സൊല്യൂഷൻ അത് തന്നെയാണ്. ആ കേന്ദ്രങ്ങളിൽ നമ്മുടെ ആളുകളിലേക്ക് എത്തിപ്പറ്റണം. എത്തിപ്പറ്റിയാൽ ഇത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ശരി സാർ പറഞ്ഞു, നമുക്ക് ഓൾറെഡി പ്രൊഫഷണൽ കോളേജുകൾ ജിയോ 10/2014 ഡേറ്റഡ് 23/5/2014 ഇറങ്ങിയ ജിയോ അനുസരിച്ച് 3% ആയിട്ട് ലാറ്റിൻ കാത്തലിക്സ് ആൻഡ് ആംഗ്ലോ ഇന്ത്യൻസിന് കമ്പൈൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞൊരു ജിയോ ഉണ്ട്. ആക്ച്വലി സംഭവിക്കുന്നത് ഈ 3% സാർ പറഞ്ഞു പ്രൊഫഷണൽ കോളേജ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാ കോളേജുകളിലും നടപ്പിലാക്കിയിട്ടില്ല. 2014 ഇറങ്ങി 2015, 16, 17, 19, 2020 വരെ ആയി 6 കൊല്ലമായിട്ടും പല യൂണിവേഴ്സിറ്റീസും ഇത് നടപ്പിലാക്കിയിട്ടില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റിയിലും പാർട്ടി അനുസരിച്ച് കിട്ടിയ പ്രൊഫഷണൽ കോളേജുകളിൽ ഇപ്പോഴും 3% പോലും 2% ഉള്ളൂ. എൻട്രൻസ് എക്സാമിനേഷൻ പ്രൊഫഷണൽ LLB, MTech, PG ആയുർവേദ കോഴ്സുകൾ നടത്തുന്നത്. അവിടെയും ഈ ഒരു പ്രോബ്ലം ഉണ്ട്. പെർസെന്റേജ് മാത്രമേ ചിലത് PG കോഴ്സുകളിൽ നൽകുന്നുള്ളൂ. 3% ഇൻ പീപ്പിൾ ഉണ്ട്. ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് 3% റിസർവേഷൻ കിട്ടിയിട്ടുണ്ടോ എന്ന് നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ട് ഒരു സ്റ്റഡി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. 2015 തൊട്ട് 2020 വരെയുള്ള കണക്കുകൾ കോഴ്സസ്, എത്ര കോഴ്സസിന് എത്ര സീറ്റ്സ് ഉണ്ടെന്ന് നോക്കിയെങ്കിൽ ഞാൻ നീറ്റിന്റെ കാര്യം മാത്രം പറയാം. 2015 ടോട്ടൽ കമ്മീഷൻ ഉണ്ടായത് 37,453 ആയിരുന്നു. ഇതിൽ കാറ്റഗറി ലാറ്റിൻ കാത്തലിക് കാറ്റഗറിയിൽ ത്രൂ റിസർവേഷൻ വന്നത് 659 സീറ്റ്സ് ആണ്. ഇനി ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇനി എല്ലാ കൂടെ വന്നത് 262 പേരാണ് മൊത്തം ഈ എല്ലാ കാറ്റഗറി വഴി റിസർവേഷൻ വഴി നമുക്ക് കിട്ടിയത്. ക്ലിയർ ആവുന്നില്ല, എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? ബിടെക് കോഴ്സുകളിൽ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് ഉണ്ടായത് 37,453. ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇതിൽ എത്ര നമ്മുടെ കാറ്റഗറിയിൽ നിന്ന് നമ്മുടെ ലാറ്റിൻ കാത്തലിക് Nilton continue ചെയ്തോട്ടെ. After some time, in between, if somebody have got any queries towards Advocate Sherry, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം ഇപ്പൊ, so that he can answer. ചോദ്യം ഞാൻ ചോദിക്കുന്നത്, എന്റെ പേര് വിക്ടർ ഫെർണാണ്ടസ്. Advocate Sherry കേൾക്കാമോ? കേൾക്കാവോ? Can you hear me? Yes, of course. Okay, സാറ് 1%ന്റെ കാര്യം പറഞ്ഞപ്പോ 100 നമ്പേഴ്സ് എങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് അതിന് എഫക്റ്റീവ് ആയിട്ടൊന്നും കിട്ടില്ല എന്നുള്ളൊരു കമന്റ് വന്നപ്പോ നമ്മൾക്ക് when we raise our demands for whatever issues we want to be implemented, 1%, 3%, 4%, whatever be the percentage, can we also not ask for an inclusion of a clause saying minimum number 1% or one number എന്നുള്ള ഒരു ക്ലോസ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നമുക്ക് ഇൻസിസ്റ്റ് ചെയ്തൂടെ? Or will that affect the general category or some other category? ഇപ്പൊ പെർസെന്റേജ് വൈസ് അവരുടെ എണ്ണം കുറഞ്ഞു പോകില്ലയോ? അങ്ങനെ ഒരു ഇഷ്യൂ വരുമോ? That depends on the number of seats. For example, നമ്പർ ഓഫ് സീറ്റ്സ് ഡിപ്പെൻഡ് ചെയ്യുകയും നമുക്ക് ലോസ് ആവുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഞാനത് ചോദിക്കുന്നത്. ഇപ്പൊ 30 സീറ്റ്സേ ഉള്ളു എന്നുള്ള ഒരു ബാച്ചില് 1% എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പൊ നമുക്ക് അവിടെയാണ് ഈ ക്ലോസ് എഫക്റ്റീവ് അല്ലെങ്കിൽ യൂസ്ഫുൾ ആകുന്നത്. Can we not say 1% or 1 seat at least എന്നുള്ള മാതിരി മിനിമം? Amendments has to be brought out for that purpose. The point is amendments has to be brought up, done, but can we not demand when we raise our demands kindly this clause also, this point also should be included? Yeah, it can be. For the time being, we are raising the issue of raising the entire reservation to 4%. It also can be done as a solution for it when the number of seats are minimum. Yes. And one more aspect I want to supplement that Terence sir and other madam said,
they have applied in Latin Catholic other than Anglo-Indian quota. The same issue happened in +2 admission this year, and Nilton knows it properly. Christian OBC, ഇതിനകത്ത് ഇപ്പൊ ചിലപ്പോൾ ഇങ്ങനെ ഇല്ലാത്തത് കൊണ്ട് ലാറ്റിൻ കാത്തലിക് അതർ ദാൻ ആംഗ്ലോ ഇന്ത്യൻ എന്നുണ്ടായത് കൊണ്ട് ഈ +2 അഡ്മിഷനിൽ ക്രിസ്ത്യൻ OBCയിൽ ഫോർട്ട് കൊച്ചിയിലുള്ള കുറച്ച് ആംഗ്ലോ ഇന്ത്യൻ കുട്ടികൾ അപ്ലൈ ചെയ്തു, ടിക്ക് ചെയ്തു. അപ്പൊ they put their name in Christian OBC. In fact, that is meant for SC, ST. ഈ ദളിത് ഷെഡ്യൂൾ കാസ്റ്റ് കൺവേർട്ടഡ് ക്രിസ്ത്യൻസിന് വേണ്ടിയുള്ളതാണ് ക്രിസ്ത്യൻ OBC പുതിയതനുസരിച്ച്. അപ്പൊ അങ്ങനെ വന്നപ്പോ at the time of admission, when their papers were perused, the authorities rejected it. Then they approached High Court. Avada paranjathu, it is not their fault. When they put their name as Anglo-Indian in sub column. In one of the column, Anglo-Indian is there, but it is put under the heading of Christian OBC. In fact, Christian OBC is not meant for Anglo-Indians. It is only for Dalit Christians. So that is the fault in the system. പക്ഷെ ഇവർക്ക് Anglo-Indian ഒരു കോളം ഉണ്ടായത് കൊണ്ട് അവരവിടെ ചെയ്തു. പക്ഷെ അത് എന്നിട്ട് അവസാനം കുട്ടികൾക്ക് മറ്റേ രീതിയിൽ തന്നെ അഡ്മിഷൻ കിട്ടിയത് കൊണ്ട് ആ കേസ് ക്ലോസ് ചെയ്തു. ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മുടെ എയ്ഡഡ് കോളേജിലൊക്കെ ആകുമ്പോൾ ഇങ്ങനെ വന്നാലും ചിലപ്പോൾ കൊടുക്കാറുണ്ട്. പക്ഷെ അതൊരു ജനറൽ കാറ്റഗറി സെക്യുലർ സെക്ടറിലേക്ക് പോകുമ്പോൾ they would demand community certificate from the village office. And അവിടെ ഈ ലാറ്റിൻ കാത്തലിക് അതർ ദാൻ ആംഗ്ലോ-ഇന്ത്യൻ എന്ന സർട്ടിഫിക്കറ്റ് കിട്ടില്ല. ആംഗ്ലോ-ഇന്ത്യൻ എന്ന സർട്ടിഫിക്കറ്റ് ആയിരിക്കും കിട്ടുന്നത്. അതർ ദാൻ ആംഗ്ലോ-ഇന്ത്യൻ എന്നുള്ള സർട്ടിഫിക്കറ്റ് SLC ബുക്ക് നോക്കി കഴിയുമ്പോൾ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതെന്തായാലും അത്തരം സിറ്റുവേഷൻസിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മുടെ കോളേജുകളിൽ ചിലപ്പോൾ പ്രശ്നങ്ങളില്ലാതെ പോകുന്നുണ്ടാവും. ഇത് ഇപ്പൊ ഫേസ് ചെയ്ത ഇഷ്യൂ ആണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, ആ രണ്ടുപേരുടെ കാര്യം അങ്ങനെ ഉണ്ടായിരുന്നു. സാറ് പറഞ്ഞ മാതിരി ഇപ്പൊ ഡിഗ്രി കോഴ്സിന് ഒരു 36 സീറ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ 100 സീറ്റ് എന്നുള്ളതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. 36 സീറ്റിൽ 1% കൊടുക്കണം. ദാറ്റ് മീൻസ് 3 സീറ്റ്സ്. Any other queries? Yeah, Advocate Sherry. This is Joseph. Alvin. Can you hear? Yeah, I can hear. Okay. 2 പോയിന്റ്സ് ആണ് എനിക്ക് പറയാനുള്ളത്. ഒന്നും തന്നെ വേറെ ഒന്നുമല്ല. ആക്ച്വലി ശരിക്കും പറയണമെങ്കിൽ ഈ പറയുന്ന റിസർവേഷൻസ് എത്ര % കിട്ടിയെന്നുള്ളതും എത്ര % ആൾക്കാർക്ക് നമുക്ക് ശരിക്കും പറഞ്ഞെങ്കിൽ അധികാരം ജനങ്ങളിലേക്കല്ല, അധികാരം നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് കിട്ടിയോ ഇല്ലയോ, അവരെ ബെനിഫിറ്റ് കിട്ടിയോ ഇല്ലയോ എന്നുള്ളതിന് കുറിച്ചൊരു അനാലിസിസ് ആണ് മിൽട്ടൺ എടുത്തിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഫുൾ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം അതിന്റെ ബ്രേക്ക് വന്നു. അപ്പൊ ഇതിൽ 2 കാര്യമാണ്. കാരണം അഡ്മിഷൻസ് നടക്കുന്ന സമയത്ത് ശരിക്കും പറയണമെങ്കിൽ എന്താ പറഞ്ഞാൽ ഒരു ഹെൽപ്പ് ഡെസ്ക് പോലത്തെ ഒരു സംഭവം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, എക്സ്പെർട്ടൈസ് ആൾക്കാർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഈ പറഞ്ഞ പോലെ ഫോം ഫില്ലിങ്ങിൽ വരുന്ന കൺഫ്യൂഷൻസ്, ടിക്ക് ചെയ്ത് കൊടുക്കേണ്ട ഏതൊക്കെ ഭാഗം, അങ്ങനെ ഒരു മാൻഡറ്ററി ഇതായിട്ടുള്ള ഫോം ഫിൽ ചെയ്യാൻ പറ്റിയ ഒരു ഗൈഡൻസ് കൊടുക്കാൻ ഗൈഡൻസ് ഫോറം ഉണ്ടെങ്കിൽ ഈ പറയുന്ന ക്ലോസ് പ്രകാരം പറയുന്ന നമുക്ക് അധികാരപ്പെട്ട എത്ര റിസർവേഷൻ, ആ റിസർവേഷൻസ് നമുക്ക് 100% ഫില്ല് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. കാരണം ഇതിൻ്റെ ഉള്ളിൽ ജെർസൺ ഉണ്ട്. ജെർസൺ പോളിടെക്നിക്കില് സീനിയർ ലെക്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നോട് പല പ്രാവശ്യം ഇൻഫർമേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേര് അവിടെ കാരണം ITI ഡിപ്ലോമ ഇതിൽ നമുക്ക് സീറ്റ്സ് ഉണ്ടായാൽ പോലും നമ്മളത് 100% അവെയിൽ ചെയ്യുന്നില്ല. കാരണം വേറെ ഒന്നല്ല, നമ്മളെ ആൾക്കാർക്ക് അറിയുന്നില്ല, ആ ഫോം ഫില്ലിങ് ചിലപ്പോൾ വരുന്നില്ല. അതേപോലെ സർട്ടിഫിക്കറ്റ്സ് ഇനാഡിക്വേറ്റ് ആയിട്ട് ചിലപ്പോൾ ഫൗണ്ടേഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ചില കാര്യങ്ങൾ അതവിടെ ഉണ്ട്. ശരിക്കും പറയണമെങ്കിൽ നമ്മുടെ +1 ഓരോ കാറ്റഗറിയിലും അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കമ്മ്യൂണിറ്റിയുടെ ഇതില് യൂത്തിന്റെ അതോറിറ്റിയിൽ, കാരണം യൂത്തും അതേപോലെ തന്നെ ഒരു ഫാക്കൽറ്റി, സീനിയർ ഫാക്കൽറ്റി രീതിയിൽ പഠിപ്പിച്ചിട്ടുള്ള സാറന്മാരും എല്ലാവരും കൂടി ഇൻകോപ്പറേറ്റ് ചെയ്ത് ഒരു പാനൽ ഉണ്ടാക്കുകയാണെങ്കിൽ, ഹെൽഡേഴ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ, അത് ലാറ്റിൻ ആയാലും ലാറ്റിൻ കാത്തലിക് വിത്ത് ആംഗ്ലോ-ഇന്ത്യൻസ് ആയാലും കുറച്ചും കൂടി ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ഇംപ്ലിമെന്റേഷൻ ചെയ്യാൻ പറ്റും. അത് പോയിന്റ് നമ്പർ 1. രണ്ടാമത്തെ തന്നെ ഈ പറയുന്നത് നമുക്ക് അധികാരപ്പെട്ട റെപ്രസെന്റേഷനിലേക്ക് പോകണം എന്ന് പറയുമ്പോഴത്തേക്കും ഇതിലും എലക്റ്റഡ് MLA, എലക്റ്റഡ് MP എല്ലാവരും ഉണ്ട്. എന്നാൽ പോലും നമുക്ക് അത് വേണ്ട വിധത്തിൽ ചെയ്യാൻ പറ്റാത്തത് അവിടുത്തെ ഈ പറയുന്ന ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു കുറച്ചും കൂടി അതോറിറ്റീവായിട്ട് പോകേണ്ടി വരും എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ വേറെ കാര്യം പറഞ്ഞാൽ ഇപ്പൊ ഇതിനുള്ളിൽ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഈ അഡ്മിഷൻസിന്റെ ഇതിലും പ്രൊഫഷണൽ, സാറ് പറഞ്ഞ പോലെ പ്രൊഫഷണൽ കോഴ്സുകളുടെ പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് ആക്ച്വലി എ ബ്രോഡ് ഇതാണ് കൊടുക്കുന്നത്.
ആ ബ്രോഡില് എല്ലാ കാര്യങ്ങളിലും ഇറ്റ്സ് ഇംപ്ലിമെന്റഡ് ടു ബി ഫോർ ഈച്ച് ആൻഡ് എവറി സബ്സ്ട്രാറ്റിലേക്ക്. പക്ഷെ ഇതിന്റെ പ്രോബ്ലം അങ്ങനെ വേറൊന്നുമില്ല, ഓരോ യൂണിവേഴ്സിറ്റിയും ഓരോ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റീസായാലും സെപ്പറേറ്റ് യൂണിവേഴ്സിറ്റിയിലും ആ യൂണിവേഴ്സിറ്റി ഇംപ്ലിമെന്റ് ചെയ്യാൻ ഇത് ഒരു കൺഫ്യൂഷൻ നിൽക്കുന്നുണ്ട്. ശരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ ഓരോ ഇതിനുള്ള കോഴ്സും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിന് അതോറിറ്റി ആയിട്ടുള്ള ലീഗൽ ഏതെങ്കിലും ഒരു എൻറ്റിറ്റി ഉണ്ടാവുമല്ലോ ആ ഒരു യൂണിവേഴ്സിറ്റിയിലെ ഇതായിട്ട്, അവർക്ക് നമ്മുടെ ഈ ജിയോസ് എല്ലാം റിപ്പീറ്റ് ആയിട്ട് അയച്ചു കൊടുത്ത് റിമൈൻഡ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് ഒരു 100% നമുക്ക് ഫില്ലിംഗ് ആക്ടിവിറ്റി ആയിട്ട് തന്നെ വർക്ക് ചെയ്യേണ്ടി വരും. അതിന് ശരിക്കും പറഞ്ഞെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എക്സ്പീരിയൻസ് ഉള്ളതും എക്സ്പെർട്ടൈസ് ഉള്ളതും അതേപോലെ തന്നെ കുറച്ചും കൂടി ഗൈഡൻസ് കൊടുക്കാവുന്ന ഫാക്കൽറ്റി ഫ്രോം ദ വാട്ട് കോൾ, കാരണം മേ ബി ഫ്രോം ദ വാട്ട് കോൾ ലൈക്ക് യൂണിവേഴ്സിറ്റി ലെവലിൽ അങ്ങനെ ഒരുവിധം മേ ബി ഒരു 10 to 20 ആൾക്കാർ നമ്മുടെ കയ്യിലുണ്ട് എക്സ്പീരിയൻസ് ഉള്ളത്. അവരെല്ലാം വിത്ത് യൂത്ത് മൂവ്മെന്റിന്റെ ഒരു ഇന്റഗ്രേഷൻ കൂടി ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു എന്താ പറയുക നമ്മുടെ സീറ്റ്സ് വേക്കന്റ് ആയിട്ട് പോകുന്ന ഇഷ്യൂസ് ഉണ്ടാവില്ല. പിന്നെ ഇതിന് ഗൈഡൻസ് വേണം, കാരണം ആപ്ലിക്കേഷന് മുമ്പ് ശരിക്കും പറഞ്ഞെങ്കിൽ എന്താ നെക്സ്റ്റ് എന്താ പറയുക +2 ഇതിന് മുമ്പ് ഇന്ന സർട്ടിഫിക്കറ്റ്സ് മാൻഡേറ്ററി സർട്ടിഫിക്കറ്റ്സ് നമ്മൾ മേടിച്ച് വെച്ചിരിക്കണം. അതൊക്കെ നേരത്തെ തന്നെ ഒരു ഹൈലൈറ്റഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കുറെ കാര്യങ്ങൾ ലാസ്റ്റ് മിനിറ്റ് ആയിട്ടുള്ള ഏർജൻസി വന്ന് ലാസ്റ്റ് മിനിറ്റ് ഓടി നടക്കുന്ന ഒരു ഇഷ്യൂസ് കുറെ മാറും. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് എൻ്റെ ഒരു സജഷനാണ്, കാരണം ഞാൻ എപ്പോഴും പ്രാക്ടിക്കലായിട്ട് നോക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഇതില് പിന്നെ കഴിഞ്ഞ 2 കൊല്ലം അല്ലെ 3 കൊല്ലമായിട്ട് യൂത്ത് മൂവ്മെന്റ് ഭാഗത്തുനിന്ന് ഇങ്ങനത്തെ ഒരു എഫേർട്ട് വന്നിട്ടില്ല. കാരണം കഴിഞ്ഞ 2 കൊല്ലം ബിസിനസ് ഫോറം, ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന ബിസിനസ് ഫോറം, കാരണം ഞാൻ നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സ് ആയിട്ടുള്ള കുറച്ച് ഇതായിട്ടുള്ള ഫാക്കൽറ്റി മെമ്പേഴ്സ് ആയിട്ടുള്ള ആൽബർട്ട്സിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള നമ്മുടെ സ്റ്റെഫിയുടെ ഡാഡി, അങ്ങനെ കുറച്ച് ആൾക്കാർ ഈ രീതിയിൽ ഫോം ഫില്ല് ചെയ്ത് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളത് +2 ഡിഗ്രി ഇതിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ അതിനൊരു സപ്പോർട്ട് ചെയ്ത് കൊടുക്കാവുന്ന ആൾക്കാരുടെ ഒരു പാനൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽപ്പ് ലൈൻ നമ്പറൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ഒരു 20% 30% ആൾക്കാർക്ക് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവാം മേ ബി. പക്ഷെ അത് ചെയ്യേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാര് എല്ലാവരും ഒരു പൂൾ ചെയ്ത് ഒരു ഗൈഡൻസ് ഫോറം ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് 100% ഇംപ്ലിമെന്റഡ് ആകാം. അപ്പൊ എന്താ കാരണം ഇതില് നമ്മളൊരു സൈഡിൽ കൂടി ഫൈറ്റ് ചെയ്യുക, വേറെ സൈഡിൽ കൂടി അവകാശങ്ങൾ 100% നമുക്ക് ഫില്ല് ചെയ്യാൻ വേണം. അതേപോലെ തന്നെ സെയിം ഹാപ്പൻസ് വിത്ത് ഗവൺമെന്റിനായിട്ടുള്ള നമ്മുടെ ജോബ്സ്. ഇപ്പൊ ക്ലാസ് 4 ക്ലാസ് 3 ജോബ്സിന് മാത്രമേ റെപ്രസെന്റേഷൻ കാണുന്നുള്ളതെന്ന് തോന്നുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ഡീറ്റെയിൽസ് മറ്റേ ബാക്ക്വേർഡ് കമ്മീഷന്റെ ഡീറ്റെയിൽസ് എടുത്ത് നിൽക്കിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താ ഇതായിട്ട്. കാരണം ഐ എം നോട്ട് വാട്ട് കോൾ ലൈക്ക് എന്താ ഇത് ലീഗലായിട്ട് ഇന്റർപ്രിറ്റ് ചെയ്യാനുള്ള എനിക്ക് അത്രയും നോളജ് ഇല്ല, ബിക്കോസ് ഐ ഡിഫറെന്റ് ഫീൽഡ്. അപ്പൊ ലെറ്റ്സ് സീ, കാരണം വേറെ ഒന്നുമില്ല, ഇതിൽ നിന്ന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അപ്രോച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ഫാക്കൽറ്റി മെമ്പേഴ്സും അതേപോലെ തന്നെ ഗൈഡൻസ് കൊടുക്കാനുള്ള ടീമും പിന്നെ യൂത്തിന്റെ എക്സ്പീരിയൻസ് ആൾക്കാരും ഒരു പുതിയ ഒരു കൾച്ചർ വന്ന് ഈ പറഞ്ഞ പോലെ പ്രഷറൈസ് ചെയ്യുക, അതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കൂടി ചെയ്ത് നമുക്കൊരു കാരണം ഒരു പുതിയ ദിശയിലേക്ക് മാറാം എന്നുള്ളതാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. എന്താ മേ ബി കാരണം ഇറ്റ്സ് മൈ സജഷൻ, ആ സജഷൻസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനൊരു നെക്സ്റ്റ്, കാരണം ഒരു മീറ്റിംഗ് കഴിഞ്ഞ ഒരു വെബിനാർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അതോടെ അവസാനിക്കരുത്. ഇനി ഫർദർ അതിനുള്ള സെക്കൻഡ് ചാൻസും തേർഡ് ചാൻസും അങ്ങനെ റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് വന്നാൽ മാത്രമേ നമുക്കത് അതിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ മേ ബി ദിസ് മേ ബി വൺ ഓഫ് ദ സ്റ്റാർട്ടിംഗ് തിങ്. ഇനി റിപ്പീറ്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യേണ്ടി വരും, പാനൽസ് വർക്ക്ഔട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ താങ്ക് യു ഷെറി തോമസ്, അതേപോലെ തന്നെ നമ്മുടെ കോളേജ് ഫാക്കൽറ്റിയിലുള്ള ആൽബർട്ട്സിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ടെറൻസ് ബ്രദറും അതേപോലെ തന്നെ സെയിന്റ് പോൾസിന്റെ ഇപ്പൊ പ്രിൻസിപ്പൾ ആയിട്ടുള്ള വാലച്ചിറ്റയും അവരുടെ കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ തന്നിട്ടുള്ളത്. താങ്ക് യു വെരി മച്ച്. അതോടൊപ്പം തന്നെ നിൽട്ടന്റെ കുറെ ഇൻപുട്സ് കൂടി കിട്ടാറുണ്ട്, ബിക്കോസ് നിൽട്ടൺ ഇസ് ബീൻ ഡൂയിങ് എ റിസർച്ച്. കാരണം കഴിഞ്ഞ 1.5-2 കൊല്ലമായിട്ട് ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ സംസാരിച്ചിട്ടുള്ള ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് എടുത്തിട്ടുള്ള നിൽട്ടനാണ്. അപ്പൊ നിൽട്ടന് എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. കാരണം നിൽട്ടൺ ഇപ്പൊ പറയാൻ പോകുന്ന റിസർച്ച് മാറ്റർ അത് മേ ബി ഇപ്പൊ പറയാൻ പറ്റിയില്ലെങ്കിൽ ഹി ക്യാൻ മേക്ക് എ ചാർട്ട് ആൻഡ് ഹി ക്യാൻ സെൻഡ് ഇറ്റ് ടു ദ ഗ്രൂപ്പ് ഫോർ ഡിസ്കഷൻ. അതൊരു ഐ ഓപ്പണർ ആയിട്ട് മാറും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം.
Thank you very much for giving me the chance. Thank you, Sanno. Inshallah. Nilton, Yes, yes. you have more to add? If you can more to add. സോറി, എന്റെ നെറ്റിന് എന്തോ പ്രോബ്ലം ഉണ്ടായി, അതുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ചത്. ഒരു മിനിറ്റ്. ബിടെക് കോഴ്സിൽ To be brief. ബിടെക് കോഴ്സിൽ 2015 മാത്രം 3,745 സീറ്റ്സ് ഉണ്ടായില്ലേ. ആകെ 262 സ്റ്റുഡൻസിന് മാത്രമേ ലാറ്റിൻ കാത്തലിക് ആംഗ്ലോ ഇന്ത്യൻ കോട്ടയിൽ നിന്ന് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ അത് പെർസെന്റേജ് വൈസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 3% ആണ് ആക്ച്വലി കിട്ടേണ്ടത്. ആ സ്ഥലത്ത് നമുക്ക് 0.69, അതായത് 1% പോലും റിസർവേഷൻ കിട്ടിയിട്ടില്ല. അത് നമ്മൾ പെർസെന്റേജ് അപ്രോക്സിമേറ്റ്ലി സീറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 865 വരും. അങ്ങനെ ആ ഒരു കൊല്ലത്ത് മാത്രം ബിടെക് ആർക്കിടെക്ചർ, BAMS, MBBS, BDS അങ്ങനെ എല്ലാ കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ 907 സീറ്റ്സ് അലൗട്ട് ചെയ്തിട്ടില്ല ത്രൂ LA കാറ്റഗറി. ഇത് നമ്മൾ ഒരു 2020 വരെ, 2019 വരെയുള്ള കണക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 4,567 സീറ്റ്സ് ആണ് നമ്മുടെ കമ്മ്യൂണിറ്റിപ്പെട്ട സ്റ്റുഡൻസിന് നഷ്ടമായിരിക്കുന്നത്. ഇനി നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഇപ്പൊ ജോസഫ് എൽമൻ പറഞ്ഞു, നമ്മ ഇത് കൺസേൺ അഡ്മിഷൻ പ്രോസസ്സിന് മുമ്പ് ഇൻഫോം ചെയ്താൽ അവര് ചെയ്യുമായിരിക്കും. പക്ഷെ അവര് ചെയ്യൂല. കാര്യം അവർക്ക് തന്നെ ഓൾറെഡി അറിയാം. അത് ഷെറി സാറിന് ഞാൻ ഓൾറെഡി ഇൻഫോം ചെയ്തിട്ടുണ്ട്. അവരെന്നെ ഇത് ഗവൺമെന്റിലോട്ട് അയച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു വിഷയമുണ്ട് ഈ ലാറ്റിൻ കാത്തലിക് അതർ ദാൻ എന്നുള്ളത്. പക്ഷെ അതിലൊരു നടപടി എടുത്തിട്ടില്ല. നമുക്ക് 3% ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞ് ആശ്വസിക്കുമ്പോഴും അതിന്റെ ഡീപ്പായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം 3% പോലും ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നില്ല പല യൂണിവേഴ്സിറ്റികളിലും, പല കോഴ്സസിനും. ഇപ്പൊ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ 2% ഇൻ പേപ്പറിലുള്ളൂ. അപ്പൊ അത് ആക്ച്വലി അലോട്ട് ചെയ്യാൻ എത്ര ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇപ്പൊ കുസാറ്റിലുണ്ട്, ശ്രീശങ്കരയിൽ 3% ഉണ്ട്. ബാക്കി പല യൂണിവേഴ്സിറ്റിയിലൊന്നും ഇല്ല. ഇപ്പൊ ഇന്ത്യയിൽ EWS റിസർവേഷൻ വന്നപ്പോ നമ്മുടെ ലേറ്റസ്റ്റ് ഇപ്പൊ കഴിഞ്ഞ 2020 കഴിഞ്ഞ LLB 5 ഇയർ LLBയിലെ അലോട്ട്മെന്റ് സ്റ്റാറ്റസ് ഗവൺമെന്റ് വെബ്സൈറ്റിൽ ഉണ്ട്. അത് നോക്കിയാൽ മനസ്സിലാവും. ലാറ്റിൻ കാത്തലിക് ആൻഡ് ആംഗ്ലോ ഇന്ത്യൻ കോട്ടയിൽ നിന്ന് നമുക്ക് കിട്ടിയേക്കണ ഒരു ലാസ്റ്റ് റാങ്ക് എൻട്രി എന്ന് പറഞ്ഞാൽ 885 ആണ്. അതായത് 885 റാങ്കുള്ള ജനറൽ കാറ്റഗറിയിലെ കുട്ടി, അതായത് ആ ജനറൽ റാങ്ക് ലിസ്റ്റിലെ കുട്ടിക്കാണ് കിട്ടിയിരിക്കുന്നത്. EWSനാണെങ്കിൽ 4,798. എന്തോരം ഡിഫറൻസിലാണ് EWSന് റിസർവേഷൻ കിട്ടിയേക്കുന്നത്. ഇനി ആംഗ്ലോ ഇന്ത്യൻസിന് PG കോഴ്സുകളിൽ ഇല്ലെന്നുള്ളത് പറഞ്ഞു. പക്ഷെ EWSൽ EWSന്റെ റിസർവേഷൻ ചാർട്ട് നമ്മൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും. SC, ST ആൻഡ് OBC റിസർവേഷൻ ഇല്ലാത്ത കുട്ടികൾക്ക് എന്നാണ്. അപ്പോ ആക്ച്വലി നമ്മൾ വിചാരിക്കും ഇപ്പൊ നമുക്ക് ലാറ്റിൻ കാത്തലിക് അതർ ദാൻ എന്നുള്ള ക്ലോസ് വരുമ്പോൾ ജനറൽ കാറ്റഗറി നമുക്ക് EWSൽ കിട്ടുമെന്ന്. പക്ഷെ EWSലും കിട്ടൂല. കാര്യം അതിന്റെ ഒരു പെർഫോമർ, അതിലൊരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതിന്റെ അടിയിലെ ക്ലോസ് ഇതാണ്: ഈ കാൻഡിഡേറ്റ് ലിസ്റ്റ് 1, ലിസ്റ്റ് 2, ലിസ്റ്റ് 3 OBC ലിസ്റ്റിൽ പെടാത്ത ഒരു കാൻഡിഡേറ്റ് ആയിരിക്കണമെന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അവിടെയും ആംഗ്ലോ ഇന്ത്യൻസിന് റിസർവേഷൻ കിട്ടുന്നില്ല. ടോട്ടലി പറയുകയാണെങ്കിൽ ലാറ്റിൻ കാത്തലിക്സിനും ഒപ്പം ആംഗ്ലോ ഇന്ത്യൻസിന് മിക്ക സ്ഥലത്തും വളരെ പരിതാപകരമായ റിസർവേഷൻ, അതിൽ ആംഗ്ലോ ഇന്ത്യൻസിന് ചില സ്ഥലത്ത് റിസർവേഷൻ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇനിയിപ്പോ ഇതിനു വേണ്ടി കുറെ നടപടികൾ ഷെറി സാറൊക്കെ എടുക്കേണ്ട. ഇപ്പൊ ഷെറി സാറിന്റെ ഹെൽപ്പോടെയാണ് നമ്മളിപ്പോ കേസ്, ഇപ്പൊ എന്റെ പേരിൽ ഷെറി സാറ് നമ്മൾ ലാറ്റിൻ കാത്തലിക് ആൻഡ് ആംഗ്ലോ ഇന്ത്യൻ കോട്ട 3% ആയിട്ട് PGയിലും കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുന്ന കോഴ്സുകളിൽ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് ഷെറി സാറിന്റെ സഹായത്തോടെ കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ചാൾസ് ഡൈ സാർ കുറെ റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുണ്ട്, KLC കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഒന്നും കൂടി ഒന്ന് ക്രോഡീകരിച്ച് നമുക്കൊരു ഫൈനൽ ആയിട്ടൊരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള സ്റ്റെപ്സിലോട്ടും കൂടി പോകാനായിട്ട് നമ്മ നിരന്തരം പ്രവർത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എന്നെ വിളിച്ച സാറിനും മറ്റ് സംഘാടകർക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. Thank you, Nilton. Over to members. ഉദ്ദേശിക്കുന്നത് ഇപ്പോ നിൽട്ടൻ പറഞ്ഞല്ലോ, ഈ ഇതിന്റെ 1% റിസർവേഷൻ കാര്യം പറഞ്ഞല്ലോ. ഇപ്പൊ പുതിയ ഒരു കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തത് നമ്മൾ എല്ലാവർക്കും അറിയാം. പ്രോബബ്ലി നമ്മുടെ ഈ എന്താണ് ക്രിസ്റ്റി ഫെർണാണ്ടസ് സാറാണ് അതിനകത്ത് ഒരു അംഗം. ഈ കമ്മീഷനോട് പറഞ്ഞിരിക്കുന്നത് ക്രിസ്ത്യൻ സമുദായങ്ങളെ എല്ലാവരുടെയും ബാക്ക്വേർഡ്നെസ് പഠിക്കാനാണ്. ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് ഇറ്റ് വാസ് in terms of preference was to conduct study on entire OBC. Specific categories were there regarding Anglo-Indian, regarding Latin Catholic, etc. Specific categories were there. Obviously, in this commission also, if we are moving in that manner,
definitely we can raise these questions specifically. അവിടെ ആംഗ്ലോ ഇന്ത്യൻ്റെ ഒരു സ്പെഷ്യൽ ഹെഡിങ്ങിൽ തന്നെ ഈ റിസർവേഷൻ പ്രശ്നങ്ങളും വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നങ്ങളൊക്കെ പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് ഡാറ്റ വേണം. ഇപ്പം നിൽട്ടൺ കളക്ട് ചെയ്ത പോലുള്ള കുറെ ഡാറ്റകൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. അപ്പൊ ഇതൊരു പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യം കൂടി ആയിരിക്കും. പുതിയ കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസ് വന്നിട്ടില്ല, വന്നു കഴിയുമ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ഒരുമിച്ച് ഒന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ. താങ്ക് യു അഡ്വക്കേറ്റ് ഷെറി, താങ്ക് യു. വേറെ ഏതെങ്കിലും പോയിന്റ്സ് റേസ് ചെയ്യാനുണ്ടോ? ആർക്കെങ്കിലും അഡ്വക്കേറ്റ് ഷെറിനോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? എനി ക്വസ്റ്റ്യൻസ് യു ക്യാൻ റേസ്. അഡ്വക്കേറ്റ് മോറിസ് ഉണ്ട്, അഡ്വക്കേറ്റ് മൊറീൻ ഉണ്ട്, then Alicia Fernandez from Trivandrum. Yeah. Advocate Sherry, this reservation ഈ 4% ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പൊ is it all India based ആണോ അതോ കേരളയിൽ മാത്രമാണോ ഈ 4% 3% എന്നൊക്കെ പറഞ്ഞിട്ട്? കേരള PSC മാത്രം, കേരളത്തിന് മാത്രം. മറ്റത് OBC റിസർവേഷൻ 27% എല്ലാവർക്കും കൂടിയാണ്. അവിടെ ലാറ്റിൻ കാത്തലിക് ആംഗ്ലോ ഇന്ത്യൻ അങ്ങനെ സ്പെസിഫിക് ആയിട്ടില്ല. വി ഹാവ് ടു കോമ്പീറ്റ് വിത്ത് അതർ OBC ഓൾസോ. Whereas in Kerala, specifically 4% for Latin Catholics and Anglo. Okay, thanks. Thank you. ഒരു സംഭവം. Maureen, Advocate Maureen, can you hear me? Welcome. Maureen left. Maureen is still there. നമുക്ക് 46 യൂണിറ്റ്സ് ഉണ്ടല്ലോ ഇവിടെ കേരളത്തില്. 46 യൂണിറ്റ്സ്. ഹലോ. Yes. 46 യൂണിറ്റ്സ് ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കാൻ പറ്റൂലേ, കമ്മ്യൂണിറ്റി ബേസ്? Can try. Jensen, can you hear? Jensen, Nunes, Harry Gandhar. അടുക്കുന്ന കട്ടായി പോയതാണ്. അത് ശരി, ഓക്കെ. എന്തെങ്കിലും എക്സിറ്റ് ആയി തിരിച്ച് ജോയിൻ ചെയ്ത് വന്നപ്പോ പിന്നോക്കമുള്ള എല്ലാവർക്കും ബാധിക്കുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ മാർക്ക് നമ്മളെക്കാൾ മാർക്ക് പിന്നോക്ക സമുദായത്തിലുള്ളവരെക്കാൾ മാർക്ക് കുറഞ്ഞവര് മുന്നോക്ക സമുദായത്തിൽ നിന്നും ഇത് അഡ്മിഷൻ ഒക്കെ നേടുന്ന അല്ലെങ്കിൽ ജോലി നേടുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതിൽ നമുക്ക് ഏത് രീതിയിൽ അത് ആ മാർക്കിനെ ബേസ് ചെയ്ത് തന്നെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ് ശരിക്കും. കാരണം എക്കണോമിക് വീക്ക് കാറ്റഗറിയിലേക്ക് പിന്നോക്ക സമുദായത്തിലുള്ളവരുടെ കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ ചെയ്യണമെങ്കിൽ ആ പ്രശ്നം ഒഴിവാകുമെന്ന് തോന്നുന്നു. ചെറിയ പറഞ്ഞതിന്റെ ഏറ്റവും കോർ പോയിന്റ് അതാണ്. അതായത് EWS വന്നപ്പോ ഈ മറ്റു റിസർവേഷൻ കമ്മ്യൂണിറ്റീസിന് ഉയർന്ന റാങ്കുള്ളവര് കൊടുക്കാതെ താഴ്ന്ന റാങ്കിലേക്ക് കിട്ടുന്നു. ദാറ്റ് ഇസ് ദി ക്വസ്റ്റ്യൻ. സോ that we have to address. അതിൽ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വളരെ പ്രാധാന്യം കൊടുത്ത് തന്നെ ചെയ്യേണ്ടതാണത്. So they have in the amendment it is specifically mentioned that EWS is defined in such a way. EWS is defined that those categories which are not included in Article 14(4) and 15(4) and 16(4). That means those who are getting OBC, SC, ST reservations are totally out of that category. Whereas at the same time, in 2009, you might have heard about Right to Information, Right to Education Act. You are aware about it. In Right to Education Act, it is mentioned that the category which is weaker section, it includes OBC also. It includes entire OBC, SC, ST. Other than non-reserved categories are also included. But when this came, the EWS is confined to a particular category. That is the difference, and that is the interpretation given by the so-called class, which is limiting the benefits only to them. വളരെ ട്രിക്കിലി, വളരെ ഉപായത്തിൽ ചെയ്തത് നമ്മൾ ഒഴിവാക്കി അവർക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് എടുത്തു. താങ്ക് യു. അതില് നമുക്കൊന്ന് ഈ രീതിയിൽ കോർട്ട് വഴിയായിട്ടാണെങ്കിലും പോയിട്ട് നമുക്ക് ഈ ഇതിൽ വരുമ്പോ പിന്നോക്ക സമുദായത്തിലുള്ളവർ ആ റാങ്ക് റേറ്റിനേക്കാൾ കുറഞ്ഞ റേറ്റിലേക്ക് വരുമ്പോ ആ പിന്നോക്ക സമുദായത്തിലുള്ളവർക്കും കൂടി കൊടുത്തുകൊണ്ട് EWSിലേക്ക് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിക്കുന്ന ഈ പ്രശ്നം തീരും. പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ only 25% is the entire this category. Entire non-reserved category is only 25%. Out of this 25%, only 2.5% will be eligible for it. So
ദിസ് ഇസ് മോർ. 2.5% ആളുകൾക്ക് വേണ്ടി 10% വേക്കൻസി കൊടുത്തിരിക്കുകയാണ്. ഡെഫിനറ്റ്ലി അങ്ങനെ വരുള്ളൂ. ശരി സാർ, ഇതിൽ ഇപ്പോഴും ഇതിലുള്ള ഫാക്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ EWS റിസർവേഷൻ കാറ്റഗറിയിൽ ഇപ്പോഴും അൺഒക്യുപ്പൈഡ് ആയിട്ട് ഇപ്പൊ ലേറ്റസ്റ്റ് 3 ഇയർ LLBയുടെയും 5 ഇയർ LLBയുടെയും EWS എടുക്കാൻ ആളില്ല. സീറ്റ്സ് അത്രയും ഡൈല്യൂട്ടഡ് ആയിട്ടാണ് ഈ 10% കൊടുത്തേക്കുന്നത്. NSS filed a new case demanding NCA. NSS ഇപ്പോൾ കൊടുത്തിരിക്കുന്ന കേസിൽ പറഞ്ഞിരിക്കുന്നത് 1 വർഷം ആളില്ലെങ്കിൽ അത് അടുത്ത വർഷത്തേക്ക് ഒഴിച്ചിടണം എന്നാണ്. അതായത് പാവപ്പെട്ടവരില്ലെങ്കിൽ പാവപ്പെട്ടവർ ഉണ്ടാകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. Just like adequacy in representation. I joined in between, but the talk, I heard the talk given by Advocate Sherry Thomas. It was very informative. The one point I noticed is that he spoke about, a committee is being formed with Dr. Christy Fernand as one of the member. So as one of the other member pointed out, my suggestion is that we need to collect the data, present data of the people, and the entitlement for their studies and for reservation. So once we have full data, we can present it along with our representation. That will give a clear picture for our demand for the reservation of and other related matters in the education. Thank you, Sherry. Yes, uncle. Yes. Advocate Pearson. Yes. You have any comments? Actually, I'm a newcomer into this thing, and I don't know anything much detail. My only comment is on this issue is we ought to, as earlier pointed by the speaker, we ought to have a database in not in the this thing alone. I mean the upcoming education students alone, but in other ways also, like for job categories who have completed the education. Thank you, Pearson. Any doubt you can raise? ഹലോ, ലിയോ പിന്നീറോ പറഞ്ഞോട്ടെ. നമ്മുടെ അതിരൂപതയുടെ അടിസ്ഥാനത്തിലേ നമ്മൾ പണ്ടൊരു സർവേ നടത്തിയിരുന്നു ഇവിടെ. അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും കാണിച്ചു, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസും അതിനകത്ത് കാണിച്ചിരുന്നു. ഇതിന് പ്രത്യേക പേരിട്ടിരുന്നു. നമ്മളെ നേരത്തെ ആർച്ച് ബിഷപ്പാണ് നടത്തിയത്. ഒരു സർവേ നടത്തിയിരുന്നു എല്ലാ യൂണിറ്റുകളിലും. Advocate Sherry സാറിന് ഓർമ്മയുണ്ടോ അത്? Yeah, it's half done and some of the data is there in the website. They have created a website, half done, not entire. അത് അവര് തന്നെ അട്ടിമറിച്ചത്, അച്ഛന്മാരെ അട്ടിമറിച്ചു. കാരണം എല്ലാ സ്ഥലത്തും കിട്ടിയില്ല. അത് അച്ഛന്മാരെ അട്ടിമറിച്ചത്. മറ്റേ കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് ഒരു കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഫൈനാൻസിന് വേണ്ടി ഒരു ഇടപെടൽ സംവിധാനം ചെയ്യണമെന്ന് അതിനകത്ത് ഉണ്ടായിരുന്നു. കുറച്ച് അച്ഛന്മാർക്ക് സമ്മതമില്ലായിരുന്നു. ആ സർവേ മുഴുവൻ കൊടുത്തേ. ആ സർവേക്ക് ഒരു പ്രത്യേക പേരുണ്ടായിരുന്നു. ആ പേര് ഞാൻ മറന്നുപോയി. എല്ലാ യൂണിറ്റിലും സർവേ നടത്തിയത്. അതിനകത്ത് എല്ലാ കാര്യങ്ങളും, എഡ്യൂക്കേഷൻ കാര്യങ്ങളും, നമ്മളുടെ വീട്ടിലെ എല്ലാ ഫൈനാൻസ് പൊസിഷനും, ഈവൻ കിണറോ TVയോ എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അത് മുഴുവൻ അതിനകത്ത് മെൻഷൻ ചെയ്തിരുന്നു. ഞാൻ ആ സഭയിൽ പങ്കെടുത്ത ആളാണ്, ലാറ്റിൻ കത്തോലിക്കിന്റെ പേരിൽ. ഒരു 4 വർഷമായിട്ടില്ല അത് നടത്തിയിട്ട്, ഈ പിതാവിന് തൊട്ട് മുമ്പ്. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇനി റേസ് ചെയ്യാനുണ്ടോ? Otherwise, we can invite Advocate Sherry for his concluding remarks. Yes, sir. I only mentioned this one, that we have to make use of the new commission. Okay. We have to make it a special agenda for it, to collect data and to present it so that commission can make the recommendations to the government, including the reservation in education sector up to 4%, rising it to 4%. It can easily be done because there is no other legal hindrance, and technically seats are also available. Yes. ഈ ജോലിയിലുള്ള സംവരണം അതിലും ഇൻ പാർ. അതെ. മാത്രമല്ല ജോലിയിൽ 50% ക്യാപ്പ് ആണ്, ശരിയാണ്. പക്ഷെ ഇവിടെ ക്യാപ്പ് ആയിട്ടില്ല. 30% ആയിട്ടുള്ളൂ. OBC എന്തായിരുന്നു നോക്കിയാലും PGയിൽ 9% വരെ ഉള്ളൂ OBC ഇപ്പോഴും. ആ ഒരു എയിമിൽ നമുക്ക് ഒന്നിച്ച് മൂവ് ചെയ്യേണ്ടി വരും. അതെ. ഡാറ്റ വേണ്ടി വരും. Yes, I must acknowledge here that in 2014 KRLCC, KLCയും
നമ്മളെ കൂടെ നിന്നതുകൊണ്ടാണ്. കാരണം ആംഗ്ലോ ഇന്ത്യൻസിന് തനിച്ചൊരു റിസർവേഷന് നിലവിലുള്ള നിയമം അനുസരിച്ച് പറ്റില്ല, നോട്ട് ഈവൻ 5%. സോ വി ഹാവ് ടു ഓൾവേസ് ഇറ്റ് ഷുഡ് ബി ക്ലബ്ഡ്. അറ്റ് സെയിം ടൈം ഈ രണ്ടെന്നുള്ളത് മൂന്നാക്കാൻ പറ്റിയത് തന്നെ ഒരു സെപ്പറേറ്റ് കമ്മ്യൂണിറ്റി ക്ലബിങ് വന്നതുകൊണ്ടാണ്, നമ്മൾ പേര് പറയാനുണ്ടായതുകൊണ്ടാണ്. പക്ഷെ അതും നമുക്ക് ഇപ്പൊ പ്രയോജനപ്പെടുത്താൻ പറ്റുന്നില്ല ബിക്കോസ് ഓഫ് ദി ന്യൂ റെസ്ട്രിക്ഷൻസ്. EWC ഉണ്ടെന്ന് സർക്കാർ നമ്മളെല്ലാവരും പറ്റിച്ചു. ആക്ച്വലി ഇറ്റ് ഇസ് എ ബിഗ് ചീറ്റിംഗ്. യെസ്റ്റർഡേ അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇന്നലെ KLCയുടെ സെമിനാറിൽ ഇറ്റ് വാസ് ഡിസ്ക്ലോസ്ഡ് ബൈ ദി ഫോമർ ഡയറക്ടർ VR ജോഷി. അങ്ങനെ തന്നെ 2014 നമ്മളെ ഹെൽപ്പ് ചെയ്തു. That he made a recommendation. When I approached him, he made a representation. So, അങ്ങനെ ഒരാളില്ലെങ്കിൽ പോലും എപ്പോഴും ഉണ്ടാവണമെന്നില്ല. We have to move together. That has to be in mind. We give all support to KLCA, KRLCC, that the Anglo-Indians as a weak minority number is less. So, we are always moving together. Anyway, there is a formal thanks, but before that, I express my sincere gratitude to Advocate Sherry for his multifarious efforts for the betterment of the community. Thank you very much, Advocate Sherry. Thank you. Thank you. So then we can invite our Vice President, Mr. Bero Dikoto, is a senior manager in Indian Overseas Bank and now Vice President of the society. Mr. Baro Dikoto, Vice President of the Charitable Society, will propose a vote of thanks. This is coming. Respected members of our community, I am highly delighted to propose a few words of gratitude to Advocate Sherry J. Thomas, General Secretary of the Kerala Latin Catholic Association. In spite of his busy schedule, he has spared his valuable time to enlighten all the members of our community. He has given an insight into the rights and privileges of our community. On behalf of the Anglo-Indian Education and Charitable Society, I express my sincere thanks to you, sir. There are a lot of other dignitaries present. Professor Valentina De Cruz, Principal of St. Paul's College, Kalamasheri, Dr. Terence Rabello, retired Professor of St. Albert's College, Advocate Nilton, Vice President of the All Kerala Anglo-Indian Association. Then a lot of other dignitaries are here. I express my sincere thanks to all of them for their presence and active participation. I also extend my gratitude to Dr. Charles Dias, President of the Society, and all other executive committee members for arranging this very important webinar. A special thanks to Mrs. Ivy Dikoto for being the MC of today's program. I also take this opportunity to thank each and everyone behind the curtain who have found time to attend to this program. Thank you. Thank you all. Thank you, Baro. Thank you, Advocate Sherry. Thank you, Sherry, very much. Thank you very much. Welcome, sir. Welcome. Thank you, everybody. Thank you, Alistair. Mr. Charles Dias and Advocate Sherry, especially. Yeah. It was very informative. We should do the follow-up also. Don't leave it here. Yes. Yeah. Thank you all very much.